ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരംബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ശ്രീവിദ്യാം ശിവവാമപാകനിലയാം ഹ്രീംകാരമന്ത്രോജ്വലാം ശ്രീചക്രാങ്കിതബിന്ദുമധ്യവസതിം ശ്രീമജ്ജഗന്മോഹിനീം ശ്രീമത്ഷൺമുഖവിഘ്നരാജജനനീം ശ്രീമത്സഭാനായികാം മീനാക്ഷി പ്രണതോസ്മി സന്തതമഹം കാരുണ്യവാരാം നിധിം. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഓം നമസ്തേ അസ്തു ഭഗവൻ വിശ്വേശ്വരായ മഹാദേവായ ത്രംബകായ ത്രിപുരാന്തകായ ത്രികാഗ്നികാലായ കാലാഗ്നിരുദ്രായ നീലകണ്ഠായ മൃത്യുഞ്ജയായ സർവേശ്വരായ സദാശിവായ ശ്രീമന്മഹാദേവായ നമഃ. ഓം ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിഹൃദ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവഭയഹരം സർവലോകൈകനാഥം. സസംഗചക്രം ശകിരീടകുണ്ടലം സപീതവസ്ത്രം സരസീരുഹേഷണം സഹാരവക്ഷസ്ഥലശോഭികൗസ്തുഭം നമാമി വിഷ്ണും ശിരസാ ചതുർഭുജം. ഓം ഭക്താഭീഷ്ടവരപ്രദം ഹരിഹര ശ്രീപുത്ര അത്യുത്തമം മത്താതംഗവിഷാപിചാരവിഷമ അപസ്മാര വിധ്വംസകം സിദ്ധാകാരമഹോഷധോപകരണം പ്രത്യക്ഷധന്വന്തരീം ശാസ്താരം സകലാർത്ഥം സദ്ഗതികരം സത്യസ്വരൂപം ഭജേ. ഓം ഹരിഹരപുത്രസ്വാമിനേ നമഃ. ഏവർക്കും നമസ്കാരം. ആദ്യമായിട്ടാണ് ഇത്രയും മഹത്തായ ഒരു വേദിയിൽ ഭഗവത്ഗീത എന്നുള്ള വിഷയത്തെ, അതും പ്രത്യേകിച്ച് നിത്യജീവിതത്തിൽ ഭഗവത്ഗീത എത്തിക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ എല്ലാ ആചാര്യന്മാരുടെയും പാദനമസ്കാരം ചെയ്തുകൊണ്ടും, പ്രത്യേകിച്ച് ഇന്നലെ സംപൂജ്യസ്വാമി അശേഷാനന്ദ സരസ്വതി അവർകൾ ഇവിടെ മുഖ്യ പ്രഭാഷണം നടത്തേണ്ടായി അറിയുകയും എല്ലാ ഗുരുപരമ്പരയുടെയും അനുഗ്രഹത്തോടുകൂടി എന്നാലാവുന്ന കുറച്ച് കാര്യങ്ങൾ ഇവിടെ ധരിപ്പിക്കുവാനും ഭഗവത്ഗീത നമ്മുടെ കുട്ടികൾക്ക് എങ്ങനെ സ്വായക്തമാക്കാം എന്നുള്ള വിഷയമാണ് കൂടുതലായിട്ട് പ്രചരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. കാരണം പാലക്കാട് ജില്ലയിൽ 2017 മുതൽ ഒട്ടനവധി ക്ഷേത്രങ്ങളിലൂടെ സന്ദർശിക്കുകയും അവരുടെ ക്ഷേത്രങ്ങളിൽ 4-5 കുട്ടികളെ ഒരുമിച്ചിരുത്തി പഠിപ്പിക്കുവാൻ തുടങ്ങുകയായിരുന്നു. 2009 മുതൽ തുടങ്ങിയെങ്കിലും 2020 കുട്ടികളിലേക്ക് ആ ഒരു സ്വധർമ്മം ഭഗവത്ഗീതയിലൂടെ വേണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയും 2020 കുട്ടികൾ ഇന്ന് നമുക്ക് 700 ശ്ലോകവും ചൊല്ലാൻ സ്വായക്തമാക്കി എടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ നാരായണസ്വാമി അവർകളും അതുപോലെ ബ്രഹ്മശ്രീ സുനിൽ അവർകളും നമുക്ക് ഈയൊരു സന്ദേശം നൽകാനായിട്ട് ഇവിടെ എത്തിച്ചേരാൻ സാധിച്ചതും ഈ സന്നിധിയിൽ പെരുന്തട്ട മഹാദേവ ക്ഷേത്രത്തിൽ, പ്രത്യേകിച്ച് ഗുരുവായൂരപ്പൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ ക്ഷേത്രം കേരളത്തിൽ നിൽക്കുന്ന ഈ ഗുരുവായൂർ സന്നിധിയിൽ നമുക്ക് വരാനും സാധിച്ചത്. കാരണം 2013 പാലക്കാട് ജില്ലയിലൊരു സപ്താഹം നടത്തിയപ്പോൾ അതിൻ്റെ ഒരു ആദരവ് കിട്ടാൻ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് ദക്ഷിണാമൂർത്തി സ്വാമികളിൽ നിന്നും ഗുരുവായൂർ ക്ഷേത്ര സന്നിധിയിലാണ് എനിക്ക് ലഭിച്ചത്. അതുകൊണ്ട് തന്നെ ഗുരുവായൂരെന്ന് പറയുന്ന സമയത്ത് അംഗീകാരങ്ങൾ ഒട്ടനവധി കൊടുക്കാൻ സാധിക്കുന്ന ഭഗവാനാണ് ഇവിടെ ഇരിക്കുന്നത് എന്ന് നമുക്കറിയാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ തുടങ്ങുകയാണ്. ശ്രീമദ് ഭഗവത്ഗീത ഭാഗവത വേദിയിലാണ് നമ്മൾ പറയുന്നത്. കാരണം രാവിലെ ഇവിടെ എത്താൻ സാധിച്ചു. ഒട്ടനവധി മഹത്തായ ആചാര്യന്മാരുടെ ആചാര്യ ഭാഷണം കേൾക്കാനും അതിലെല്ലാം ഭഗവത്ഗീതയെ ശ്ലോകസഹിതം പറയുന്ന ഒട്ടനവധി ആചാര്യന്മാരെ നമുക്ക് കാണാൻ സാധിച്ചു. അപ്പം അതുകൊണ്ട് തന്നെ ഭഗവത്ഗീത എല്ലാവരുടെ ഹൃദയത്തിലേക്കും എത്തിച്ചേരുവാൻ
എന്താണ് മാർഗം? നമ്മളെല്ലാം മണ്ഡലമാസക്കാലമാണ്, ശബരിമലയ്ക്ക് പോകുന്ന ആൾക്കാരാണ്. ആ ശബരിമലയ്ക്ക് പോകുന്ന സമയത്തും അവിടെ ചിന്മയാനന്ദ സ്വാമിജി അവർകളാണ് തത്വമസി എന്നുള്ള ബോർഡ് അവിടെ നമുക്കെല്ലാം സ്വായക്തമാക്കുക അല്ലെങ്കിൽ ദർശിക്കാൻ സാധിക്കുന്ന രീതിയിൽ തയ്യാറെടുക്കുന്നതും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നോക്കിയാൽ ഭഗവത്ഗീത 1 മുതൽ 7 അധ്യായങ്ങൾ ചൊല്ലുമ്പോൾ നമ്മൾ എന്താണ് കർമ്മത്തിലൂടെ മുന്നോട്ട് പോകേണ്ടത് എന്ന് നമുക്കറിയാനും ത്വം എന്നുള്ള ഭാവത്തെ നമുക്കറിയുവാനും അവിടെ നിന്ന് അങ്ങോട്ട് തമസി എന്നുള്ള ഞാൻ തന്നെയാണ് അവിടെ ഇരിക്കുന്ന ഈശ്വര ചൈതന്യവും എന്നുള്ള ഭാവം നമുക്ക് മനസ്സിലാക്കുവാനും സാധിക്കും. അപ്പം അതുകൊണ്ട് തന്നെ ഭഗവത്ഗീത ആദ്യ ശ്ലോകം നമ്മളോട് പറഞ്ഞു ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ എന്നാണ്. പ്രത്യേകിച്ച് കുട്ടികളുടെ മനസ്സിലേക്ക് നമ്മൾ ഈ ധർമ്മം എന്താണെന്ന് പറഞ്ഞു കൊടുക്കണമെങ്കിൽ അത് കുറേയധികം കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളുമുണ്ട് അല്ലേ? അപ്പോൾ ധർമ്മം എന്താണെന്ന് അവരെ മനസ്സിലാക്കണമെങ്കിൽ ധർമ്മം ആചരിച്ച് കാണിച്ചു കൊടുക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. പ്രത്യേകിച്ച് ആചാര്യൻ ഇന്ന് വേദിയിലേക്ക് ക്ഷണിച്ച സമയത്ത് പറയുണ്ടായി, ഡോക്ടർ ശ്യാം പ്രസാദ് എന്നുള്ള പേരിലാണ്. അപ്പോൾ ഇത് സ്പിരിച്വാലിറ്റിയിൽ നമുക്ക് കിട്ടുന്ന ഒരു അംഗീകാരം കൂടിയാണ്. അപ്പോൾ ഇത്തരത്തിൽ കുട്ടികൾക്ക് ആധ്യാത്മിക ജീവിതത്തിലൂടെ അവർക്ക് വേണ്ട നേതൃത്വ ഭാവത്തിലേക്ക് എത്തിക്കുവാൻ ഭഗവത്ഗീത നമുക്ക് സ്വായക്തമാക്കിയാൽ സാധിക്കുമെന്ന് പറഞ്ഞു കൊടുത്താൽ അവർ നിർബന്ധമായിട്ടും അത് ശീലിക്കാൻ തുടങ്ങും. കാരണം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലൊക്കെ മുത്തശ്ശിമാർ പേരക്കുട്ടികളെ രാവിലെ എഴുന്നേറ്റ് കുളിപ്പിച്ച് അടുത്തുള്ള ക്ഷേത്രത്തിലേക്ക് പിടിച്ചു വലിച്ചു കൊണ്ടുപോകാറുണ്ട്. 4-5 ദിവസങ്ങൾ അത് സ്ഥിരമായി ശീലിക്കുമ്പോൾ 5-ാമത്തെ ദിവസം ആ കുട്ടി തന്നെ എഴുന്നേറ്റിരുന്ന് മുത്തശ്ശി അല്ലെങ്കിൽ മുത്തശ്ശ ഇന്ന് അമ്പലത്തിലേക്ക് പോകണ്ടേ, ഞാൻ റെഡിയായി നിൽക്കുകയാണെന്ന് പറയും അല്ലേ? അപ്പോൾ അങ്ങനെ വേണം നമുക്ക് ആദ്യ ആചരണങ്ങളിലൂടെ നമുക്ക് ക്ഷേത്രത്തിലൂടെ നമുക്ക് കുട്ടികളെ കൊണ്ടുവരാൻ സാധിക്കണം. എന്നിട്ട് അവിടെ തൊഴുകുന്നതും നമസ്കരിക്കുന്നതും ഏത്തമിടുന്നതും അവിടെ നിന്ന് പ്രസാദം വാങ്ങി ഏത് വിരലുകൊണ്ട് തൊടണമെന്ന് മുത്തശ്ശിയും മുത്തശ്ശനും പറഞ്ഞു കൊടുക്കുമ്പോൾ അത് ശീലിക്കുന്ന കുട്ടിയെ നമുക്ക് വാർത്തെടുക്കാൻ സാധിക്കണം. പക്ഷേ ഇന്ന് നമുക്ക് 5:30 മുമ്പ് എഴുന്നേൽക്കുന്ന കുട്ടികൾ നമ്മുടെ വീടുകളിൽ ഇല്ല. ഉണ്ടെങ്കിൽ തന്നെ 7:30 ട്യൂഷന് പോകണം അല്ലെങ്കിൽ 7 മണിക്ക് ട്യൂഷന് പോകണം എന്നുള്ള രീതിയിൽ നേരത്തെ എണീറ്റ് കുളി പോലും കഴിയാതെ അവർ ഭക്ഷണം പോലും കഴിക്കാതെ പോകുന്ന ആൾക്കാരെ നമുക്ക് കാണാൻ സാധിക്കുന്നു. വൈകുന്നേരത്ത് തിരിച്ചു വരുന്നതോ അടുത്ത ട്യൂഷനും കൂടി കഴിഞ്ഞിട്ടാണ് വരുന്നത്. ആകെ കിട്ടുന്ന ശനിയും ഞായറും ദിവസങ്ങളിലാണ് നമ്മുടെ കുട്ടികളെ ഒന്ന് ഒരുമിച്ചിരുത്താൻ നമുക്ക് സാധിക്കും. ആ സമയത്തും നമ്മുടെ വീട്ടിൽ അവരുടെ അച്ഛനമ്മമാർ തയ്യാറാക്കിയിട്ടുണ്ടാവും. വയലിൻ ക്ലാസ് ഉണ്ട്, ഗിറ്റാർ ഉണ്ട്, അല്ലെങ്കിൽ ഡാൻസ് ഉണ്ട്, പാട്ടുണ്ട് അല്ലേ? ഇത്തരത്തിൽ കുട്ടികളെ ഷെഡ്യൂൾ ചെയ്തിട്ട് ഇപ്പോൾ തന്നെ ഒരു പാക്കേജായി കൊണ്ടുപോകുന്ന ആൾക്കാരാണ്. അവർക്ക് സ്വാതന്ത്ര്യം എന്താണെന്ന് അറിയിക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ല. അവരുടെ ധർമ്മം എന്താണെന്ന് അറിയിപ്പിക്കാൻ നമുക്കാർക്കും സമയം കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആഴ്ചയിൽ ഒരു ദിവസം നമ്മുടെ തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ വന്നിരുന്ന് ആ ക്ഷേത്രത്തിൽ നാമമന്ത്രങ്ങൾ തുടങ്ങുവാൻ നമ്മുടെ കുട്ടികളെ ഒരുമിച്ച് പിടിച്ചിരുത്താൻ നമുക്ക് സാധിക്കണം. ആ പിടിച്ചിരുത്തുന്നതിലൂടെയാണ് അവരെല്ലാവരും ആകർഷണം ആധ്യാത്മികതയിലേക്ക് കൂട്ടുക. അവിടെയും പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം. ഭഗവാൻ കൃഷ്ണൻ അല്ലേ, ഗുരുവായൂരപ്പനെ ആരും കുറ്റപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല. പക്ഷേ കൃഷ്ണനെ എടുക്കുന്ന സമയത്ത് 16,008 ഭാര്യമാരുള്ള കൃഷ്ണനെ നമ്മളെല്ലാവരും പറഞ്ഞു നടക്കുന്നുണ്ട്. അപ്പോൾ കൃഷ്ണൻ്റെ സ്വഭാവമാണോ എന്നൊക്കെ പലരും ചോദിക്കുന്ന ഭാഗത്തു നിന്നും കൃഷ്ണൻ്റെ വ്യക്തമായ ദർശനം എന്താണെന്ന് അർജുനന് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു ഭാഗമുണ്ട് ഭഗവത്ഗീത. അപ്പോൾ ശ്രീമദ് ഭഗവത്ഗീത നമ്മൾ ധരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ധർമ്മമായിട്ട് ശീലിക്കുന്ന സമയത്ത് ആ ധർമ്മത്തെ നമ്മുടെ കുട്ടികൾക്ക് ആചാരത്തിലൂടെ കൊടുക്കണം. അതുകൊണ്ട് രാവിലെ ഉണർന്ന് എഴുന്നേൽപ്പിക്കാനും കൈ നോക്കി എഴുന്നേൽപ്പിക്കാനും നമുക്ക് സാധിക്കണം. കരാഗ്രേ വസതേ ലക്ഷ്മി കരമധ്യേ സരസ്വതി കരമൂലേ സ്ഥിതാ ഗൗരി പ്രഭാതേ കരദർശനം. ഈ കൈകളിൽ 3 ദേവിമാരുണ്ട്. അതുകൊണ്ട് നീ പൈസ വാങ്ങുകയും കൊടുക്കുകയും ചെയ്യുന്ന സമയത്ത് ധർമ്മത്തിലൂടെ ആയിരിക്കണം.
അധാർമികമായ സമ്പത്ത് നമ്മളെ നശിപ്പിച്ച് കളയും. അതുകൊണ്ട് ഭഗവത്ഗീത പറഞ്ഞു, ദൈവീ സമ്പത്തി മോക്ഷായ, അല്ലെങ്കിൽ ധാർമ്മികമായ സമ്പത്ത് നമുക്ക് മോക്ഷത്തെ പ്രദാനം ചെയ്യും. അധാർമികമായ സമ്പത്ത് നമ്മളെ തന്നെ ഉന്മൂലനം ചെയ്യും. അതുകൊണ്ട് ധർമ്മക്ഷേത്രമായ നമ്മുടെ കുടുംബത്തിൽ നീ ആദ്യം ധർമ്മം ശീലിക്കേണ്ടത്, ആദ്യം ഗർഭിണിയായിരിക്കുന്ന 7-ാം മാസം മുതൽ 7 വയസ്സുവരെ ബുദ്ധി വളർച്ചയ്ക്കാണ് പ്രദാനം ചെയ്യുന്നതെങ്കിൽ ആ ബുദ്ധി വളർച്ചയ്ക്ക് എന്തെല്ലാം കാര്യങ്ങൾ നീ ശീലിക്കണം. ദിവസേന അച്ഛനമ്മമാരെ നമസ്കരിക്കാൻ സാധിക്കണം. കുളി കഴിഞ്ഞ് വിളക്ക് വെച്ച് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം. പല്ല് തേക്കുമ്പോൾ അടക്കം മന്ത്രം ചൊല്ലാൻ നമ്മുടെ സനാതനധർമ്മം നമ്മൾ പറയുന്നുണ്ട്. ക്ലീം കാമദേവായ നമഃ സർവജനപ്രിയായ നമഃ, അല്ലേ? ഒന്ന് ചിരിക്കുന്ന സമയത്ത് പോലും ബാക്കിയുള്ളവർ നമ്മളെ നോക്കി ചിരിക്കാൻ സാധിക്കുന്ന സർവ്വജനങ്ങളും ആ പുഞ്ചിരിയിൽ, അല്ലേ, ഭഗവാന്റെ പുഞ്ചിരി നമ്മൾ കാണുന്ന സമയത്ത് അത് നോക്കി നമുക്ക് സ്വീകരിക്കാനും മനസ്സിൽ സന്തോഷം നൽകുവാനുമുള്ള പുഞ്ചിരിയായിരിക്കണം നീ ശീലിക്കേണ്ടത് എന്ന് കുട്ടികളോട് പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം, അല്ലേ? ആർക്കെങ്കിലും വേണ്ടി ചിരിച്ചു പോകുന്ന ആൾക്കാരായി മാറരുത്. അവിടെയും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ ഗുരുക്കന്മാരെ നമുക്ക് കാണുന്ന സമയത്ത് അവരെ ഒന്ന് നമസ്കാരം പറഞ്ഞോ അല്ലെങ്കിൽ പാദ നമസ്കാരം ചെയ്യാനോ നമുക്ക്, ഇന്ന് പാദ നമസ്കാരം ചെയ്താൽ ചിലപ്പോൾ സ്കൂളുകളിൽ നിന്ന് നമ്മളെ പിരിച്ചു വിട്ടുന്നു വരെ വരും. പക്ഷേ നമുക്ക് നമസ്കാരം കൊടുക്കാനോ അവരെ ബഹുമാനിക്കാനോ നമുക്ക് സാധിക്കണം. അപ്പോൾ അങ്ങനെ നമ്മൾ നിത്യജീവിതത്തിൽ ഒരു ആത്മനിരീക്ഷണം ഉണ്ടാവണം. നമ്മൾ ചെയ്ത കാര്യങ്ങളെല്ലാം, രാവിലെ നമ്മൾ തുടങ്ങുന്ന കാര്യങ്ങൾ വൈകുന്നേരത്ത് വീട്ടിൽ വന്ന് അച്ഛനോടോ അമ്മയോടോ അല്ലെങ്കിൽ മുത്തശ്ശിയോടോ മുത്തശ്ശനോടോ ചോദിച്ച് മനസ്സിലാക്കുവാൻ, ഞാൻ ചെയ്തത് ഏതെങ്കിലും തെറ്റുണ്ടോ എന്ന് ചോദിച്ച് മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കണം. അപ്പം അങ്ങനെ ഒരു ശീലം കുട്ടികളിലേക്ക് കൊടുക്കാൻ നമുക്ക് സാധിക്കണം. അതിന് മുതിർന്ന ആൾക്കാർ തന്നെ അവരുടെ മുന്നിലിരിക്കണം. അപ്പോൾ ഇവിടെയും നമുക്ക് പറയാൻ സാധിക്കും, 7 വയസ്സ് കഴിഞ്ഞാൽ ആ കുട്ടിയെ ഗുരുനാഥൻ്റെ സന്നിധിയിൽ അല്ലെങ്കിൽ അച്ഛൻ്റെ സന്നിധിയിലിരുത്തി വിളക്ക് കൊളുത്തി മന്ത്രം പഠിപ്പിച്ചു കൊടുക്കാൻ സാധിക്കണം. നിൻ്റെ കുലദേവത ഇതാണ്, ഗ്രാമദേവത ഇതാണ്, അതുപോലെ നിൻ്റെ ആചാര്യൻ ഇന്നതാണ് എന്ന് പറഞ്ഞു കൊടുത്ത് ആ ആചാര്യ സമക്ഷത്തിൽ മന്ത്രദീക്ഷ സ്വീകരിക്കാൻ നമുക്ക് സാധിക്കണം. ഇന്ന് നമുക്ക് ആ ശീലമില്ല. നോക്കിക്കഴിഞ്ഞാൽ സനാതനധർമ്മത്തിൽ ഗർഭാധാന സംസ്കാരം കഴിഞ്ഞ് കുഞ്ഞ് ജനിച്ച ഉടനെ 9 മാസവും 27 ദിവസവും കഴിയുന്ന സമയത്ത് പൊക്കിൽ കൊടി ഭേദിച്ച് അച്ഛൻ്റെ മടിയിലാണ് ആദ്യമായിട്ടിരുത്തുക, അല്ലേ? കേട്ടിട്ടുണ്ടോ നിങ്ങളാരെങ്കിലും? അച്ഛൻ്റെ മടിയിലിരുത്തി ഓം എന്ന മന്ത്രം ചെവിയിൽ ഓതിക്കൊടുത്ത് അതുപോലെ പുണ്യാഹം കൊണ്ട് ചുണ്ടിൽ നനച്ചു കൊടുക്കുന്ന ഒരു ശീലമുണ്ട്. ആ പുണ്യാഹം തന്നെ അമ്മയുടെ വലത്തെ മുലയും ഇടത്തെ മുലയും പരിശുദ്ധമാക്കി മുലയൂട്ടുന്ന സംവിധാനം നമുക്ക് ആചാരമായിരുന്നു. പക്ഷെ ഇന്ന് ആ ആചരണം നമുക്ക് ആർക്കും അറിയുകയില്ല, അത് ശീലിച്ചിട്ടുമില്ല, അല്ലേ? അന്ന് ആ സമയത്ത് അച്ഛൻ മടിയിലിരുത്തി ഓം എന്ന മന്ത്രം, നീ എൻ്റെ വേദമാകുന്നു, നീ എൻ്റെ സത്താകുന്നു, അല്ലെങ്കിൽ എൻ്റെ സ്വത്താകുന്നു എന്നെല്ലാം പറഞ്ഞു കൊടുത്തപ്പോൾ ആ സമയത്ത് മുലയൂട്ടിക്കഴിഞ്ഞ് നീ എൻ്റെ ജീവിതത്തിൽ അറിവാകുന്നു എന്ന് നമുക്ക് കാണിച്ചു കൊടുക്കാൻ സാധിക്കണം. അത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ശ്രീരാമനെ നമുക്ക് ജന്മം കൊടുത്ത കൗസല്യ മാതാവ് ജന്മം കിട്ടിയ ആ ശ്രീരാമന് അല്ലെങ്കിൽ കുഞ്ഞ് ജനിച്ച ഉടനെ എഴുന്നേറ്റിരുന്ന് ചതുർബാഹുവായ വിഷ്ണുവിൻ്റെ അവതാരം കാണിച്ചു കൊടുത്ത ആ ശ്രീരാമനെ തൊഴുകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും, അല്ലേ? നമ്മളാരും നമ്മുടെ മക്കളെ തൊഴുകാറില്ലല്ലോ. ചെയ്യാറുണ്ടോ ആരെങ്കിലും? എൻ്റെ മകനും ഈശ്വരനാണ്, എൻ്റെ മകളും ഈശ്വരനാണ്, അതുകൊണ്ട് ഞാൻ നിന്നെ നമസ്കരിക്കുന്നു എന്ന് നമ്മൾ ചെയ്യാറില്ല. കാരണം ഇവിടെ എല്ലാം നമുക്ക് രാവിലെ മുതൽ കേട്ടപ്പോൾ ധ്രുവചരിതം തുടങ്ങി അതുപോലെ പൃഥ്വിചരിതം വരെ നമ്മൾ നോക്കിയപ്പോൾ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ എൻ്റെ മകനാണ്, എനിക്കാണ് അവനോടുള്ള പൂർണ്ണ അധികാരമുള്ളത്, അല്ലേ? അതുകൊണ്ട് ശാസനയാണ്, സ്നേഹമല്ല ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശാസനയിലൂടെ നമ്മൾ വളർത്താൻ സാധിക്കുകയും വേണം, പക്ഷെ സ്നേഹത്തിലൂടെ അവന് ഊട്ടിയെടുക്കാൻ സാധിക്കണം. എങ്ങനെയാണോ മുലപ്പാൽ സ്നേഹത്തോടു കൂടി കൊടുക്കുന്നത്, അതുപോലെ നമുക്ക് എന്ത് ചെയ്യണം? കുഞ്ഞുങ്ങളെ സ്നേഹത്തോടുകൂടി ആചാരത്തെ കൂട്ടുപിടിക്കുവാൻ വേണ്ടി പറയണം. അങ്ങനെയുള്ളൊരു ശീലം നമുക്ക് വരുമ്പോഴാണ്
7 വയസ്സ് കഴിഞ്ഞ് 14 വയസ്സ് ആ തുടക്കത്തിൽ 14 വയസ്സ് ആവുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധയോടുകൂടി അവനെ നിരീക്ഷിക്കണം, അല്ലെങ്കിൽ അവളെ നിരീക്ഷിക്കണം. നമ്മളെല്ലാം പറയും, നട്ടപ്രാന്തെടുത്ത് ഓടി നടന്ന് അവിടെയും ചുമർ ചിത്രങ്ങൾ വരച്ച് അല്ലെങ്കിൽ കിട്ടുന്നതെല്ലാം വലിച്ചെറിഞ്ഞ് നടക്കുന്ന 7 വയസ്സ് വരെയുള്ള പ്രായത്തിൽ, അത് കഴിഞ്ഞ് കൗമാരത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് അവിടെയും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എവിടെ വേണമെങ്കിലും എടുത്തു ചാടി എന്തും ചെയ്യാനുള്ള യോഗ്യത കിട്ടി എന്ന് ടീനേജുകളിൽ നടക്കുന്ന ഇന്നത്തെ ഒരുപാട് സ്വഭാവ വൈകൃതങ്ങൾ മാറ്റിയെടുക്കണമെങ്കിൽ ആ കുഞ്ഞിനെ ദിവസേന കണ്ണുകൾ നോക്കി സംസാരിക്കാൻ നമുക്ക് സാധിക്കണം, അല്ലേ? നമ്മുടെയൊക്കെ മുത്തശ്ശന്മാരൊക്കെ അല്ലെങ്കിൽ അച്ഛനമ്മമാരൊക്കെ പറയും, നമ്മൾ എന്തെങ്കിലും കള്ളത്തരം പറയുകയാണെങ്കിൽ എന്താ പറയുക? കണ്ണുകൾ മുഖത്തു നോക്കി സംസാരിക്കാൻ വേണ്ടി പറയും, അല്ലേ? മുഖത്തു നോക്കി സംസാരിച്ചാൽ കൃഷ്ണമണി എങ്ങോട്ടും സഞ്ചലിക്കാതെ പറയുകയാണെങ്കിൽ അവിടെ എന്താണ്? സത്യമാണ് എൻ്റെ കുട്ടി പറയുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. നേരെ മറിച്ച് മുഖം തിരിക്കുകയോ കണ്ണുകൾ ചാഞ്ചാടുകയോ ചെയ്താൽ അവിടെ എന്തായി? കള്ളത്തരം പറയുകയാണ് എന്ന് മനസ്സിലാക്കിയെടുക്കാൻ അച്ഛനമ്മമാർ ശ്രദ്ധിച്ചേ മതിയാവും. അപ്പോൾ അങ്ങനെയുള്ള കുട്ടിയെ നമുക്ക് അനുഗ്രഹിക്കാൻ സാധിക്കണം. എങ്ങനെ? നെറുകയിൽ കൈവച്ച് അവൻ്റെ യശസ്സിലേക്ക് വരാൻ, അവൻ അഭിവൃദ്ധിയിലേക്ക് വരാൻ നെറുകയിൽ കൈവച്ച് അനുഗ്രഹിക്കുന്ന ഒരു ശീലമുണ്ടാവണം. എന്നിട്ട് 22 വയസ്സിനകത്ത് ആ കുട്ടിയോട് മനസ്സിലാക്കിയെടുക്കണം, നീ ചെയ്യുന്ന ഏത് കർമ്മങ്ങളും എങ്ങനെയായിരിക്കണം? നേരത്തെ പറഞ്ഞ ധർമ്മത്തിലൂടെ ആയിരിക്കണം. ബിസിനസ്സാണ് ചെയ്യുന്നത്, ജോലിയാണ് ചെയ്യുന്നത്, ഏത് കാര്യമാണെങ്കിലും ആ ജോലിയിൽ ഭഗവത്ഗീതയിലെ 2-ാം അധ്യായം 38-ാമത്തെ ശ്ലോകം നമ്മളോട് പറഞ്ഞു, സുഖദുഃഖേ സമയകൃത്വ ലാഭാലാഭൗ ജയാജയോ. സുഖവും ദുഃഖവും നിൻ്റെ ജീവിതത്തിൽ എപ്പോഴും മാറി മറിഞ്ഞുകൊണ്ടുണ്ടാവും, അല്ലേ? നമുക്കൊക്കെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് ദുഃഖങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് സന്തോഷങ്ങളുണ്ട്, ലാഭവും നഷ്ടവും ഉണ്ടായിട്ടുണ്ട്. ചിലപ്പോൾ കൊടുത്ത പൈസ പോലും തിരിച്ച് കിട്ടാതെ നിൽക്കുന്ന ഒരു സമയത്തായിരിക്കും നമുക്ക് കഷ്ടപ്പാടുകൾ ഉണ്ടാവുക. അതിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് സാധിക്കണം ഈശ്വരഭക്തിയിലൂടെ. അങ്ങനെയുള്ള ഒരു സംവിധാനം നമ്മുടെ കുട്ടികൾക്ക് പകർന്നു കൊടുക്കുകയാണെന്ന് വെച്ചാൽ, അതുകൊണ്ടാണ് പണ്ട് നമ്മുടെ വീടുകളിൽ നോക്കിക്കോളൂ, വസ്ത്രങ്ങൾ കൂടുതലുണ്ടായിരുന്നില്ല, ആഹാരം കഴിക്കാൻ 3 നേരവും പൂർണ്ണമായിട്ടും നമുക്കുണ്ടായിരുന്നില്ല, അല്ലേ? പല ജീവിത കഥകളും പഠിക്കുന്ന സമയത്ത് കഞ്ഞിവെള്ളം നിറയെ ഉണ്ടാവും, പക്ഷേ അതിനകത്ത് വറ്റ് വളരെ കുറവായിരിക്കും. അത് 9 മക്കൾക്കും വിളമ്പിക്കൊടുക്കുകയും അത് പൂർണ്ണമായിട്ടും കഴിക്കുകയും ചെയ്യുന്ന മക്കളുടെ ജീവചരിത്രം നമുക്ക് കാണാൻ സാധിക്കും. അവരെല്ലാം ശ്രേഷ്ഠന്മാരായ ആൾക്കാരെ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ രാമായണത്തിൽ തന്നെ ഭരതൻ നമുക്ക് കാണാൻ സാധിക്കും 14 വർഷവും രാജകൊട്ടാരത്തിലല്ല താമസിക്കുന്നത്. ആ രാജകൊട്ടാരത്തിൻ്റെ പുറത്തൊരു കുഴിയെടുത്ത് അതിനകത്ത് ഗോതമ്പ് മണി ഗോമൂത്രത്തിൽ വേവിച്ച് കഴിക്കുന്ന ഭരതനെ നമുക്ക് കാണാൻ സാധിക്കും. ഇന്ന് ഗോമൂത്രം കഴിക്കാൻ നമുക്ക് മടിയുണ്ട്, അല്ലേ? പക്ഷേ കോട്ടയ്ക്കൽ ആയുർവേദശാലയുടെ PS വാര്യർ അദ്ദേഹം ഗോമൂത്രം കഴിച്ചുകൊണ്ട് ക്യാൻസർ പേഷ്യൻ്റെ ക്യാൻസർ അസുഖത്തെ മാറ്റിയെടുക്കാൻ 9 ക്യാൻസർ പേഷ്യൻസിൻ്റെ രോഗത്തെ മാറ്റിയെടുക്കാൻ ഗോമൂത്രത്തിന് സാധിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇന്ന് പഞ്ചഗവ്യം പോലും അഭിഷേകം ചെയ്ത് കയ്യിൽ തന്നാൽ, തീർത്ഥം കയ്യിൽ തന്നാൽ അത് എവിടെ കളയണമെന്ന് ശ്രദ്ധിക്കുന്ന ആൾക്കാരാണ്. കാരണം പാല്, തൈര്, നെയ്യ് ഇവയെല്ലാം നമ്മുടെ കുട്ടികൾ കഴിക്കുന്നില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കുടുംബത്തിൽ ചെന്നപ്പോൾ 6 മാസം കഴിഞ്ഞതേ ഉള്ളൂ കുട്ടിക്ക്. അപ്പം ഞാൻ ചോദിച്ചു, തേനും വയമ്പും നമ്മൾ കൊടുക്കാറുണ്ടോ? കാരണം മോഷൻ പോകുന്നില്ല, 3-4 ദിവസമായിട്ട് കുഞ്ഞിന് മോഷൻ പോകുന്നില്ല. അപ്പോൾ തേനും വയമ്പും കൊടുക്കാറുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ കൊടുക്കണ്ട എന്ന് പറഞ്ഞു. ഒന്ന് ചിന്തിക്കാം. തേന് എന്ന് പറയുന്നത് 22 നാഡികളെ നമുക്ക് പ്രകാശം ചെയ്യാൻ സാധിക്കും, ജ്വലിപ്പിക്കാൻ സാധിക്കും. അതുകൊണ്ട് തേന് നമുക്ക് ക്ഷേത്രത്തിൽ നിർബന്ധമാണ്. ത്രിമധുരം ചെയ്ത് ആ തേന് നമ്മൾ കഴിക്കുന്ന സമയത്ത് 22 നാഡികളെയും പ്രകാശം ചെയ്യാൻ നമുക്ക് സാധിക്കും, അല്ലേ? 28-ാമത്തെ ദിവസം നമ്മൾ കാത് കുത്തുന്നുണ്ട്. ആ കാത് കുത്തുന്ന സമയത്ത് ഏതെങ്കിലും നാഡീ വ്യവസ്ഥ പ്രകാശിക്കാതിരുന്നാൽ കാത് കുത്തുന്നതിലൂടെ ആ നാഡിയെ പ്രജ്വാലനം ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത്തരത്തിൽ ഓരോ ആചരണങ്ങളും
ശാസ്ത്രീയമായി വിവരിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മുടെ മുത്തശ്ശന്മാർ അല്ലെങ്കിൽ നമ്മുടെ ഗുരുക്കന്മാർ അത് നമ്മൾ ചെയ്ത് ശീലിപ്പിക്കാൻ നമ്മളെ പഠിപ്പിച്ചു അല്ലേ? അപ്പം അങ്ങനെ ഒരു ശീലത്തിലേക്ക് നമ്മുടെ കുട്ടികളെ കൊണ്ടുവരുമ്പോൾ നമ്മുടെ സുഖദുഃഖങ്ങളെല്ലാം സമമായിരിക്കാൻ നമുക്ക് പഠിപ്പിക്കണം. ആ സമമായിരിക്കുന്ന സമയത്താണ് ഈ ശരീരം എന്ന് പറയുന്ന കാര്യങ്ങൾ, ഈ ശരീരം കൊണ്ട് നമുക്ക് എന്തെല്ലാം യജ്ഞങ്ങൾ സംഘടിപ്പിക്കാൻ സാധിക്കുമോ ആ യജ്ഞങ്ങളെല്ലാം പരിപൂർണമായിട്ടും നമുക്ക് ഈ ശരീരം കൊണ്ട് സാധിപ്പിക്കണം. അത് മനസ്സിനെ സുഖപ്പെടുത്തുകയും ആത്മാവിനെ നമുക്ക് പ്രകാശപൂരിതമായ ജീവിതത്തിലേക്ക് നയിക്കാൻ, പരമാത്മാവ് എന്താണെന്ന് ധരിപ്പിക്കാൻ നമുക്ക് ആത്മാവിനെ സാധിപ്പിക്കുകയും ചെയ്യണം. അതുകൊണ്ട് ഭഗവത്ഗീത 26-27 ശ്ലോകങ്ങൾ പറയുന്നു. 17-ാം അധ്യായത്തിൽ സദ്ഭാവേ സാധുഭാവേ ച സദ്യുത്യേത വിധീയതേ പ്രശസ്തേ കർമ്മണി തഥാ. പ്രശസ്തമായ കർമ്മങ്ങൾ ചെയ്യണമെങ്കിൽ സദ്ഭാവവും സത്സംഗത്തിലൂടെയും നമുക്ക് സാധിക്കണം. ആ സത്സംഗത്തിലൂടെ കിട്ടുന്ന ഓരോ കാര്യങ്ങൾ, ആ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തുവാൻ നമുക്ക് സാധിക്കണം. എങ്ങനെയാണ് ജീവിതത്തിൽ പകർത്തുക? ഇവിടെ എല്ലാം ഇന്ന് രാവിലെ മുതൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. മറ്റുള്ളവരെയും സഹജീവികളെയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ആരെയും ഒരു വാക്കുകൊണ്ട്, പ്രവൃത്തി കൊണ്ട്, മനസ്സുകൊണ്ട് പോലും വേദനിപ്പിക്കാതെയും ഇരിക്കാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ സദ്ഭാവം നമുക്ക് ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ ഒക്കത്ത് വെച്ച് അമ്മ ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് കുട്ടിയോട് പറയും, ഇത് കാക്കയാണ്, ഇത് പൂച്ചയാണ്, ഇത് നായയാണ് അല്ലേ? അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ ജീവജാലങ്ങളെല്ലാം നമ്മുടെ പരമാത്മ സ്വരൂപം തന്നെയാണ് എന്ന് മനസ്സിലാക്കിയെടുക്കുമ്പോഴാണ് നമുക്ക് ഇവിടെ ആ ഭഗവത്ഗീതയുടെ ലക്ഷ്യം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാം. ചെയ്യണ്ടേ? അതിനെന്ത് വേണം? ജീവിതം യജ്ഞമാകണം. 27-ാമത്തെ ശ്ലോകം നമ്മൾ പറഞ്ഞു, യജ്ഞം തപസി ദാനേച്ച. യജ്ഞവും തപസ്സും ദാനവും നമുക്ക് ശീലമാക്കണം. ആ യജ്ഞം എന്ന് പറയുന്നത് നമുക്ക് ഗർഭാധാന സംസ്കാരത്തിലൂടെ നമുക്ക് കിട്ടി. ആ ഗർഭത്തിൽ പിണ്ടമായി 5-ാം മാസത്തിൽ കൈകാലുകൾ വളർന്നു, 7-ാം മാസത്തിൽ ബുദ്ധിശക്തി വളർന്നു, 9 മാസവും 27 ദിവസം കൊണ്ട് പൂർണ്ണ വളർച്ചയെത്തി കുഞ്ഞ് ജനിച്ച് നമുക്ക് കുടുംബത്തിൽ ഒരു യശസ്വിയായി അവൻ ജീവിക്കണമെങ്കിൽ യശോദാമാതാവിനെ പോലെ നമ്മൾ ആവാൻ സാധിക്കണം അല്ലേ? യശോദാമാതാവ് ഉരലിൽ കെട്ടിയ കഥ നമുക്കറിയാൻ സാധിക്കും. വെണ്ണ കട്ടുതിന്ന കൃഷ്ണനെ നമുക്ക് കാണുന്ന സമയത്ത് ശാസിക്കുന്ന യശോദാമാതാവിനെ നമുക്ക് കാണാൻ സാധിക്കും അല്ലേ? അപ്പോൾ കുഞ്ഞ് ഈശ്വരനാണെന്ന് അറിഞ്ഞാലും മണ്ണ് തിന്ന ആ ഉണ്ണിക്കണ്ണനെ വായ തുറന്നു നോക്കിയപ്പോൾ ഈ ഭൂലോകം മുഴുക്കെ അദ്ദേഹത്തിൻ്റെ വായിൽ കാണാൻ സാധിച്ചു. അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൻ്റെ സത്യം എന്താണെന്ന് കാണിച്ചു കൊടുത്തപ്പോഴും ആ യശോദ ആ നിമിഷം കൊണ്ട് മറന്ന് തൻ്റെ മകനായിട്ട് കാണുന്നു. കാരണം ശാസിക്കേണ്ടടുത്ത് നമ്മൾ ശാസിച്ചിട്ടില്ല. ഉണ്ടോ? ഇല്ല. ഇന്ന് കേരളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഒട്ടനവധി സ്കൂളിലെ ടീച്ചർമാരെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് കുട്ടികളെ ശാസിക്കാനോ തല്ലുവാനോ അധികാരമില്ല അല്ലേ? പണ്ടൊക്കെ മുട്ടുകുത്തി നിൽക്കാൻ നമ്മളോട് പറയാറുണ്ട് അല്ലേ? ചെവിക്ക് പിടിച്ച് നുള്ളിയിട്ട് തല്ലുന്ന ടീച്ചർമാരുണ്ട്. പാലക്കാട് അങ്ങനെ ഒരു വ്യക്തിയുണ്ട്. പാലക്കാട് ഒറ്റപ്പാലത്ത് 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ടീച്ചർ തല്ലിയപ്പോൾ ആ സ്കൂൾ തന്നെ വിട്ടുപോയി. പക്ഷേ അദ്ദേഹം വർഷങ്ങൾക്ക് ശേഷം ഇന്നും അറിയപ്പെടുന്ന ഒരു വ്യക്തിയായി മാറി. 10-ാം ക്ലാസ് കഴിയുമ്പോഴേക്കും ടൈപ്പ് റൈറ്റിങ്ങും ഷോർട്ട് ഹാൻഡും കഴിഞ്ഞിരിക്കും. ആദ്യത്തെ മലയാളി ഗവർണറായിട്ട്, ഒറീസ ഗവർണറായിട്ട് ചാർജ് എടുത്തത് പാലക്കാട്ടുകാരനാണ്, ഒറ്റപ്പാലംകാരനാണ്. അദ്ദേഹത്തിൻ്റെ പേര് VP മേനോൻ എന്നാണ്. ചിന്തിച്ച് നോക്കണം. 10-ാം ക്ലാസ്സിൽ ടീച്ചർ തല്ലിയപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. ഞാൻ അറിഞ്ഞത് യഥാർത്ഥമാണ് എന്ന് ചിന്തിക്കുന്നു. കാരണം ആ സ്കൂൾ വരെ പണ്ട് ഓലമേഞ്ഞ സ്കൂളായിരുന്നു. അതുവരെ നശിപ്പിച്ചിട്ടാണ് അദ്ദേഹം പോയത് എന്നാണ് പറയുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉടനീളം സഞ്ചരിച്ച എല്ലാ മേഖലകളിലും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം നമുക്ക് കാണാൻ സാധിച്ചു. ഒരുപാട് കമ്പനികളിൽ അദ്ദേഹം ഗുജറാത്തിലും ഡൽഹിയിലും എല്ലാം പ്രവർത്തിച്ചിരുന്നു. അങ്ങനെയാണ് സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ കൂടെ യാത്ര ചെയ്തുകൊണ്ട് 569 നാട്ടുരാജ്യങ്ങളെ ജില്ലയാക്കുകയും സംസ്ഥാനം രൂപീകരിക്കുകയും ചെയ്യുന്നത്
പാലക്കാട്ടുകാരനായ VP മേനോൻ സാറാണ്, അല്ലേ? അപ്പോൾ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് എങ്ങനെയുള്ളതാവണം? നമ്മുടെ ജീവിതത്തിൽ ശ്രേഷ്ഠമാക്കുന്ന എല്ലാ വിദ്യകളെയും സ്വീകരിക്കാൻ നമുക്ക് സാധിക്കണം. ഇന്നത്തെ സ്കൂൾ വിദ്യാഭ്യാസം കൊണ്ട് നമുക്ക് ജോലി കിട്ടുമെന്ന് പോലും ഉറപ്പില്ലാത്ത വിദ്യാഭ്യാസമാണ്, അല്ലേ? അതിന് ആരാണ് തെറ്റുകാരെന്നറിയോ? ഞാൻ പറയുകയാണ്, ചില അച്ഛനമ്മമാരാണ് തെറ്റുകാർ. കാരണം കുട്ടിയോട് പറയാണ് നല്ലവണ്ണം പഠിക്കണം, അല്ലേ? എന്നിട്ടോ നല്ല മാർക്ക് വാങ്ങണം, അല്ലേ? നല്ലത് പഠിക്കണം എന്ന് പറഞ്ഞില്ല, സ്കൂളിൽ ചെന്ന് നല്ലവണ്ണം പഠിക്കണം, നല്ല മാർക്ക് വാങ്ങണം. നല്ല മാർക്ക് വാങ്ങിയാലോ ആ മാർക്കിനനുസരിച്ച് നിന്നെ കോളേജിൽ തന്നെ കമ്പനിക്കാർ സെലക്ട് ചെയ്ത് കൊണ്ടുപോകും. പിന്നെ നിനക്ക് അവിടെ നല്ല ജോലി കിട്ടിയാൽ ആ ജോലിയിൽ നിന്നും നല്ല സമ്പാദ്യം ഉണ്ടാക്കണം, ശമ്പളം വാങ്ങാൻ പഠിപ്പിച്ചു, അല്ലേ? അപ്പോൾ ആ നല്ല ജോലിയുടെ നല്ല ശമ്പളം കിട്ടിയപ്പോൾ ആ ശമ്പളത്തെ എങ്ങനെ ചെലവാക്കണമെന്ന് നമ്മൾ പറഞ്ഞു കൊടുത്തില്ല, അല്ലേ? അതുകൊണ്ടാണ് ഭഗവാൻ ചോദിച്ചത്, സൂചി കുത്താനെങ്കിലും പാണ്ഡവർക്ക് ഒരു സ്ഥലം തരണമെന്ന് പറഞ്ഞപ്പോൾ, സൂചി കുത്തിയാൽ അവിടെ അവർ അധീനത്തിലാകുമെന്ന് ദുര്യോധനൻ അറിയുന്നത് കൊണ്ട് സൂചി കുത്താൻ പോലും സ്ഥലം തരില്ല എന്ന് ദുര്യോധനൻ വാശി പിടിച്ചു. അതിനനുസൃതമായി ധൃതരാഷ്ട്രരായ അച്ഛൻ മകനെ പ്രോത്സാഹിപ്പിച്ചു, അല്ലേ? അവിടെ ശാസിക്കുകയോ അല്ലെങ്കിൽ മകനെ മാറ്റി നിർത്തിക്കൊണ്ട് ഈ കാര്യങ്ങൾ ധർമ്മത്തിലൂടെ ആവണമെന്ന് ധൃതരാഷ്ട്രർ എന്നെങ്കിലും ചിന്തിച്ചിരുന്നുവെങ്കിൽ അവിടെ നമുക്ക് ഈ യുദ്ധത്തിൻ്റെ ഭാഗം നമുക്ക് വായിക്കേണ്ടി വരില്ല, അല്ലേ? അപ്പോൾ അധാർമികമായ സ്വഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നുകൂടുന്നത് ശരീരമാകുന്ന പഞ്ചേന്ദ്രിയങ്ങൾ ആകർഷിക്കുന്ന ഓരോ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് നേടിയെടുക്കണം എന്നതിലൂടെയാണ്. ഉദാഹരണം നമുക്ക് നോക്കിയാൽ അറിയാം, നമ്മളെല്ലാവരും അച്ഛനമ്മമാരുടെ കൂടെ ഉത്സവങ്ങൾ കാണാൻ പോവാറുണ്ട്, അല്ലേ? ഇപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്ന സമയത്ത് കാണാൻ പോവാറുണ്ട്. ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ബലൂണുകൾ സ്വീകരിക്കാൻ തയ്യാറാവും, അല്ലേ? കളിപ്പാട്ടങ്ങൾ, കളർഫുള്ളായിട്ടുള്ള സാധനങ്ങളെല്ലാം നമ്മൾ സ്വീകരിക്കാൻ തയ്യാറാവും, അല്ലെങ്കിൽ അത് മേടിക്കാൻ നമ്മൾ തയ്യാറാവും. പക്ഷേ അന്ന് അച്ഛൻ്റെ കയ്യിൽ പോക്കറ്റിൽ പണം ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. പക്ഷേ വാശി പിടിച്ച് ആ കടയുടെ മുന്നിൽ നമ്മൾ വാശി പിടിച്ച് കരയും. ചിലപ്പോൾ നിലത്ത് വീണ് കരയുന്ന കുട്ടികളെ ഒട്ടനവധി കാണാറുണ്ട്, ശരിയല്ലേ? കാണാറുണ്ട്. പക്ഷേ അന്നൊന്നും അച്ഛൻ നമ്മളെ അത് വാങ്ങിച്ചു തരാൻ ഒരു കാരണവശാലും സമ്മതിക്കുകയില്ല. നമ്മളെ പിടിച്ചു വലിച്ച് വീട്ടിൽ കൊണ്ടുപോകും. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം മറന്നു പോയിട്ടുണ്ടാവും. അടുത്ത വർഷം അതേ ഉത്സവത്തിന് നമ്മളെ കൊണ്ടുപോകും. എന്നിട്ട് പറയും, കഴിഞ്ഞ വർഷത്തിൽ നീ വാശി പിടിച്ച് കരഞ്ഞതാണ് ഈ സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ട്, ഇന്നാ നിനക്ക് ആ സാധനം എന്ന് പറഞ്ഞ് അച്ഛൻ വാങ്ങിച്ചു തരും, അല്ലെങ്കിൽ അമ്മ വാങ്ങിച്ചു തരും, അല്ലേ? ഇന്നങ്ങനെ സാധിക്കുന്നുണ്ടോ? ഇന്ന് ആ കുട്ടിയുടെ മുന്നിൽ തന്നെ നമ്മൾ ചുറ്റുമുള്ള ആൾക്കാർ നോക്കി നിൽക്കുമ്പോൾ നമ്മൾ വഷളാവാതിരിക്കാൻ എത്ര വില കൊടുത്തും ആ കുട്ടി കരഞ്ഞ സാധനം കൈകളിലേക്ക് കൊടുക്കും, അല്ലേ? വാങ്ങിച്ചു കൊടുക്കും. അപ്പോൾ നിർബന്ധമായും ആ കുട്ടിക്ക് മനസ്സിലാവും, ഞാനൊന്ന് വാശി പിടിച്ച് കരഞ്ഞാൽ എൻ്റെ അച്ഛനമ്മമാർ എനിക്ക് വാങ്ങിച്ചു തരും, അല്ലേ? നേരെ മറിച്ച് നമ്മുടെ അച്ഛനമ്മമാരും അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പുള്ള നമ്മുടെ ജീവിതം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ആ അച്ഛനമ്മമാർ വാശി നാശമാണ് എന്ന് നമ്മളെ പഠിപ്പിച്ചത് വാങ്ങിച്ചു തരാതെ ഇരിക്കാനും, ആ വാശി പിടിച്ച സാധനം പിന്നീട് വാശി മാറുന്ന സമയത്ത് നമ്മുടെ കൈകളിൽ എത്തിച്ചപ്പോൾ അത് നമ്മൾ സംരക്ഷിക്കാൻ തയ്യാറായി, അല്ലേ? ഒന്നും കൂടി ചിന്തിച്ച് നോക്കുക. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എല്ലാ വർഷവും സിലബസ് മാറുന്ന പോലെ പുസ്തകങ്ങളും മാറുന്നുണ്ട് ഇപ്പോഴെല്ലാം. പണ്ടൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കല്യാണ സൗഗന്ധികം മലയാളത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലേ? എത്ര പേര് പഠിച്ചിട്ടുണ്ട്, എത്ര തലമുറ പഠിച്ചിട്ടുണ്ട്. ആ പുസ്തകത്തിൻ്റെ ഫ്രണ്ട് പേജ് എടുത്തു കഴിഞ്ഞാൽ ഒട്ടനവധി ആൾക്കാരുടെ പേര് കാണും. കൈമാറി 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 പുസ്തകങ്ങൾ വന്നിട്ടുണ്ടാവും, അല്ലേ? നോട്ട് ബുക്ക് വെച്ച് ടെക്സ്റ്റ് ബുക്കെല്ലാം നമുക്ക് കൈമാറി കൈമാറി വന്നിട്ടുണ്ട്. പക്ഷേ ഇന്നത് സാധിക്കുമോ? അടുത്ത വർഷമാകുമ്പോഴേക്കും
ആ സ്കൂളുകാർ തന്നെ പാക്കേജ് സിസ്റ്റം കൊണ്ടുവന്നു. ബാഗ് മുതൽ ഷൂ വരെ പുസ്തകത്തിൻ്റെ കൂടെ തരുന്നുണ്ട്. ഇത്ര പൈസ അടച്ചാൽ മതി, അല്ലേ? അപ്പോൾ കുട്ടിയുടെ മനസ്സിൽ ചിന്തിക്കുന്നത് എന്താ അറിയോ? പൈസ അടച്ചാൽ കിട്ടാത്തതൊന്നുമില്ല. ഇങ്ങനെ ഒരു ജീവിതത്തിലേക്ക് നമ്മൾ പോകണോ വേണ്ടയോ? അപ്പോൾ ഇത് മാറ്റിയെടുക്കണമെങ്കിൽ കുട്ടികളെ നമുക്ക് പിടിച്ചിരുത്താൻ സാധിക്കണം. നിൻ്റെ ജീവിതം ഒരു യജ്ഞമാണ്. ആ യജ്ഞത്തിലൂടെ എന്ത് ചെയ്യണം? തപസ് നീ ചെയ്യണം, അല്ലേ? ഇവിടെ ധ്രുവനെ പറഞ്ഞ സമയത്തും നമുക്ക് തപസ്സിന് പോയ ആ ധ്രുവനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, അല്ലേ? യജ്ഞം, തപസ്, ദാനം, ഈ 3 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കണം. അപ്പോൾ തപസ് എങ്ങനെ ചെയ്യണം? നിത്യജീവിതത്തിൽ നമുക്ക് വിദ്യയാണ് വരുന്നതെങ്കിൽ ആ വിദ്യ ശ്രേഷ്ഠമാക്കിയെടുക്കുവാൻ സരസ്വതീ ദേവിയെ നമ്മൾ പ്രദാനം ചെയ്തു. വീണമേറ്റിയിരിക്കുന്ന സരസ്വതീ ദേവി നമ്മുടെ നെറുകയിലുണ്ട്. ആ സരസ്വതി നാടി പ്രകാശം ചെയ്യാൻ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കുഴച്ചുരുട്ടി കഴിക്കാൻ നമുക്ക് സാധിക്കണം. കാരണം കരാഗ്രേ വസതേ ലക്ഷ്മി എന്ന് പറഞ്ഞു, കരമധ്യേ സരസ്വതി എന്ന് പറഞ്ഞു. അപ്പോൾ സരസ്വതി നാടി നമ്മുടെ കയ്യിൻ്റെ മധ്യത്തിൽ ഭക്ഷണ രൂപത്തിൽ തട്ടുന്ന സമയത്ത് ആ നാടി പ്രകാശം ചെയ്യുവാനും ആ നാടിയിലൂടെ നമുക്ക് ശ്രദ്ധേയമായ കാര്യം ഭക്ഷണങ്ങൾ കളയാതിരിക്കാൻ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കണം. അവിടെ വിദ്യാഗോപാല മന്ത്രം ചൊല്ലും. ഓം ക്ലീം കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞത്വം പ്രസീദമേ രമാരമണ വിശേഷ വിദ്യാമാശു പ്രയശമേ. സകല വിദ്യകളും എനിക്ക് സ്വീകരിക്കുവാനും ഉൾക്കൊള്ളുവാനും പഠിക്കുവാനും സാധിക്കണം. ആ വിദ്യ കൊണ്ട് ഞാൻ എന്താവണം? ശ്രേഷ്ഠനാവണം എന്ന് നമുക്ക് കാണാൻ സാധിക്കണം. അപ്പം അങ്ങനെയുള്ള വിദ്യയെ നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ സാധിക്കണം, അല്ലേ? രാമായണത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ശ്രീരാമചന്ദ്രൻ സീതയെ അന്വേഷിച്ചു കൊണ്ടുപോകുന്ന സമയത്ത് ആദ്യം കാണുന്നത് ഒട്ടനവധി വൃക്ഷലതാദികളെ കണ്ട് സീത എവിടെ പോയി എന്ന് കണ്ണീരോടുകൂടി, കണ്ണിൽ വെള്ളം നിറഞ്ഞ് അല്ലെങ്കിൽ കണ്ണീര് നിറഞ്ഞ് ഒന്നും കാണാത്ത രീതിയിൽ അദ്ദേഹം നടക്കുന്നുണ്ട്. ആ സമയത്താണ് ഒരു പക്ഷിയെ കണ്ട് അസ്ത്രമെടുത്ത് അയക്കാൻ തുടങ്ങും. നീയാണ് എൻ്റെ സീതയെ കൊന്നത് എന്ന് പറയുന്ന സമയത്ത് അസ്ത്രമെടുത്ത് അയക്കാൻ നിൽക്കുമ്പോഴാണ് പറയുന്നത്, ഞാൻ ജഡായു ആണ്, അല്ലേ? എന്നിട്ട് ജഡായു സ്തുതി നമുക്കൊന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. കാരണം ദുഃഖം കൊണ്ട് തീരുമാനമെടുക്കാൻ പാടില്ല എന്ന് രാമായണത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കും, അല്ലേ? ശരിയല്ലേ? ആ ദുഃഖത്തോടുകൂടി കണ്ണുനീരോടുകൂടി നമ്മൾ മുന്നിൽ നിൽക്കുന്ന ആളാണ് തെറ്റുകാർ എന്ന് വിചാരിച്ചാൽ അവിടെ അതല്ല എന്ന് മനസ്സിലാക്കിയെടുക്കണമെങ്കിൽ ജഡായുവിൻ്റെ ആ സ്തുതിയോടെ നമ്മൾ കേൾപ്പിക്കാൻ നമുക്ക് കുട്ടികളോട് സാധിക്കണം. അപ്പോൾ കണ്ണുനീരോടുകൂടി മുന്നിൽ നിൽക്കുന്ന ആളെ പോലും അറിയാത്ത രീതിയിൽ അസ്ത്രമെടുത്ത് അയക്കാൻ തയ്യാറായ ശ്രീരാമന് തെറ്റുപറ്റാതിരിക്കാൻ ജഡായു പറയുന്നുണ്ട്, നിൻ്റെ അച്ഛൻ്റെ സുഹൃത്തു കൂടിയാണ് ഞാൻ എന്ന് പറഞ്ഞിട്ടാണ്. ഞാൻ സീതയെ രക്ഷിക്കാൻ നോക്കിയതാണ്, പക്ഷേ സാധിച്ചില്ല. രാവണൻ്റെ അസ്ത്രം കൊണ്ട് എൻ്റെ ചിറകുകൾ മുറിഞ്ഞുപോയി, അതാണ് എനിക്ക് പറ്റിയത്, അല്ലേ? അപ്പോൾ അത്തരത്തിൽ ജഡായുവിനെ നമുക്ക് കാണിച്ചു കൊടുക്കുന്നത്, ആ ജഡായുവിനെ മടിയിൽ വെച്ച് തൻ്റെ ആത്മാവിന് മോക്ഷം കൊടുക്കാൻ ശ്രീരാമചന്ദ്രൻ തയ്യാറായി, അല്ലേ? തന്നിലേക്ക് തന്നെ ശ്രീരാമൻ ആ ജഡായുവിൻ്റെ ആത്മാവ് വന്നു ചേരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ശ്രീരാമൻ എന്ന് പറയുന്ന ഒരു വിഗ്രഹം, അല്ലേ, നമ്മളെല്ലാവരെയും ഉൾക്കൊള്ളുന്ന വിഗ്രഹമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധങ്ങൾ നിങ്ങൾ എടുത്തു നോക്കൂ. ശ്രീരാമൻ വനവാസത്തിൽ പോകുന്ന സമയത്ത് തന്നെ അവിടെ അത്രി മഹർഷിയെയും അനസൂയയെയും കാണുന്നുണ്ട്, അല്ലേ? അത്രി മഹർഷി അനസൂയയെക്കുറിച്ച് ശ്രീരാമനോട് പറയുന്നുണ്ട്, ഏറ്റവും നല്ല തപസ്സിയാണ് അനസൂയ മാതാവിൻ്റെ ഗുണം എന്താണ്? ദേവൻ അല്ലെങ്കിൽ മഹാദേവന്മാർ പോലും 3 പേരും മുന്നിൽ വന്നപ്പോൾ തൻ്റെ തപസ് കൊണ്ട് അവരെ വെള്ളം തെളിച്ച് കണ്ണ് തുറക്കാൻ പോലും കഴിയാത്ത കുഞ്ഞുങ്ങളാക്കി അവർ ആഗ്രഹിച്ച ഭിക്ഷ കൊടുത്ത അനസൂയ മാതാവിൻ്റെ തപസ് ആർക്ക് വേണം? നമ്മുടെ അമ്മമാർക്ക് വേണം, അല്ലേ? വെറുതെ മക്കളെ ചീത്ത പറഞ്ഞുകൊണ്ടിരുന്നാൽ മക്കളാരെങ്കിലും കേൾക്കണമെന്നുണ്ടോ? തപസ്സുണ്ടാവണം, അല്ലേ? അതുകൊണ്ട് ലളിതാ സഹസ്രനാമം നമ്മളോട് പറഞ്ഞു, ആജ്ഞാ ചക്രാന്തരാളസ്ത രുദ്രഗ്രന്ഥി വിഭേദിന്യൈ നമഃ.
നമ്മുടെ ആജ്ഞ എന്ന് പറയുന്ന ചക്രമുണ്ട്. ഈ ആജ്ഞാചക്രം പ്രകാശിപ്പിക്കണമെങ്കിൽ, എന്നാലും ഞാൻ പറഞ്ഞത് നിങ്ങൾ കേൾക്കുള്ളൂ അല്ലേ, ഈ ചക്രം പ്രകാശിപ്പിക്കണമെങ്കിൽ മൂലാധാരം, സ്വാധിഷ്ഠാനം തുടങ്ങിയിട്ടുള്ള മണിപൂരകം, അനാഹതം, വിശുദ്ധി ചക്രങ്ങൾ തുടങ്ങി ആജ്ഞാചക്രത്തിൽ നമുക്ക് എന്ത് ചെയ്യണം? അറിവിനെ പകർന്നു കൊടുത്ത് ആജ്ഞയെ അവരുടെ മനസ്സിലേക്ക് സ്വതന്ത്രമായിട്ട് കയറ്റിവിടാൻ സാധിക്കണം. സാധിക്കുമോ? അതിനുള്ള തപസ് നേടിയെടുക്കേണ്ട ആൾക്കാർ. അപ്പോൾ സ്ത്രീകൾ എവിടെ ഇരുന്നിട്ടാണ് തപസ് ചെയ്യുക എന്നാണ്. എവിടെ ഇരുന്നിട്ടാണ് തപസ് ചെയ്യുക? സംശയമാണ്. പൂജാമുറിയിൽ ഇരുന്നിട്ടാണ് എല്ലാവരും തപസ് ചെയ്യുന്നത്. എങ്ങനെയാണോ ഞങ്ങളെല്ലാം ഉപനയന സംസ്കാരം ചെയ്ത് പൂണൂൽ ധരിച്ചിരിക്കുന്നത്, അതുപോലെ തന്നെയാണ് സാരി ഉടുക്കുന്ന ആൾക്കാർ വലതുവശത്തുനിന്നും ഇടതുവശത്തേക്ക് ഈശ്വര ചൈതന്യത്തെ സ്വീകരിക്കുന്ന സാരി ഉടുക്കുന്നത് പോലെ തന്നെ അടുക്കളയാണ് സ്ത്രീകളുടെ ശ്രീകോവിലെന്ന് നമുക്ക് പറയാൻ സാധിക്കണം അല്ലേ? പണ്ടുള്ള മുത്തശ്ശിമാരെന്ത് ചെയ്യും? കുളി കഴിയാതെ അടുക്കളയിൽ ആരെയും കയറ്റിയിരുന്നില്ല. ഇന്നെല്ലാ പണിയും കഴിഞ്ഞിട്ടാണ് കുളിക്കാനിരിക്കുന്നത് അല്ലേ? ശരിയല്ലേ? ഭക്ഷണം പാകം ചെയ്ത് തുണി അലക്കി അതിനുശേഷമാണ് നമ്മൾ കുളിക്കുന്നത് അല്ലേ? അടുക്കളയിൽ വിളക്ക് വെച്ച് പ്രാർത്ഥിച്ച് അന്നപൂർണേ സദാപൂർണേ ശങ്കരപ്രാണവല്ലഭേ ജ്ഞാന വൈരാഗ്യസിദ്ധ്യർത്ഥം ഭിക്ഷാന്തേഹിച്ച പാർവതി അല്ലേ? മാതാച്ച പാർവതീദേവി പിതാദേവോ മഹേശ്വര ബാന്ധവ ശിവഭക്താച്ച സ്വദേശോ ഭുവനത്രയം എന്നു പറഞ്ഞ് കലത്തെ 3 വലം വെച്ച് ഭക്ഷണമുണ്ടാക്കുന്നു അല്ലേ? അതിൽ 28 മണി അരിയെടുത്ത് അഗ്നിയിലേക്ക് ഹോമിക്കുകയും ചെയ്യുന്നു. ചോറ് വെന്ത ഒരു വേവ് കഴിഞ്ഞ ഉടനെ ഒരു കയ്യിലെടുത്ത് തെക്ക് ഭാഗത്ത് കാക്കയ്ക്ക് വയ്ക്കുന്ന ഒരു ശീലം നമ്മുടെ കുടുംബത്തിലുണ്ടായിരുന്നു. ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ടു പോയി അല്ലേ? എന്നിട്ടോ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മുടെ മക്കൾ, ഭർത്താവ് അല്ലെങ്കിൽ സഹോദരന്മാർ ഭക്ഷണം കഴിക്കുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ കുട്ടികളെ എന്ത് ചെയ്യുക? അമ്മമാർ വഴക്ക് പറയുക. ശരിയല്ലേ? ആണോ? അമ്മമാരോട് ചോദിച്ചാൽ അവരെന്താ ഉത്തരം പറയാന്നറിയോ? അവനെ ഒന്ന് പിടിച്ചിരുത്തണമെങ്കിൽ ഭക്ഷണത്തിന് മുന്നിലാണ് കുറച്ച് സമയം കിട്ടുക, അത് കഴിഞ്ഞാൽ കിട്ടാറില്ല. അതുകൊണ്ട് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അല്ലേ, ഭഗവത്ഗീത 15-ാം അധ്യായം ഊർദ്ധമൂലമധശാകം അശ്വത്ഥം പ്രാഹുരവ്യം എന്ന് ശ്ലോകം ചൊല്ലി പചാമന്യം ചതുർവിധം, ഞാൻ കഴിക്കുന്ന ഭക്ഷണം എൻ്റെ എന്താണ്? യജ്ഞമാണ്, തപസ്സാണ്, ദാനത്തിനുള്ള ധനം ശേഖരിക്കേണ്ട ധർമ്മമാണ് എന്ന് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ, അവിടെ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ കുറ്റപ്പെടുത്തി ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ആ സമയത്ത് ഭക്ഷണത്തിലൂടെ മനസ്സ് വേദനിച്ചു കൊണ്ടിരിക്കും അല്ലേ? ആഹാരം മനസ്സും ബുദ്ധിയും ശരീരവുമാണ്. ആരോഗ്യമുള്ള ശരീരം നമുക്ക് നേടിയെടുക്കണമെങ്കിൽ ആരോഗ്യമുള്ള മനസ്സ് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കണം. ആരോഗ്യമുള്ള മനസ്സിലാണ് ഏതു കാര്യങ്ങളും ഉൾക്കൊള്ളുവാൻ നമുക്ക് സാധിക്കുക അല്ലേ? അങ്ങനെയാണെങ്കിലോ കേൾക്കാൻ നമ്മൾ സാധിക്കുന്നുണ്ട്, മനസ്സിലാക്കാൻ നമ്മൾ സാധിക്കുന്നുണ്ട്, തീരുമാനമെടുക്കാൻ ബുദ്ധിയെ നമുക്ക് പ്രകാശിപ്പിക്കാൻ സാധിക്കുന്നില്ല അല്ലേ? ഒരു മൊബൈൽ നമ്പർ ഇപ്പോൾ നമുക്ക് എടുക്കണം, അല്ലെങ്കിൽ ഒരു ഫോൺ നമ്പർ നമ്മൾ എടുക്കണമെങ്കിൽ നമ്മൾ ആളുടെ പേര് മൊബൈലിൽ നോക്കിയിട്ട് വേണം അല്ലേ? 200-ലധികം ഫോൺ നമ്പേഴ്സ് നമുക്ക് മെമ്മറിയിൽ സ്റ്റോറേജ് ചെയ്യാൻ സാധിക്കും. പക്ഷെ നമ്മൾ ഇന്ന് അത് ചെയ്യാറില്ല അല്ലേ? പാലക്കാടിൽ അങ്ങനെ ഒരു വ്യക്തിയുണ്ട്. അധ്യാത്മരാമായണം മുഴുവൻ കാണാതെ ചൊല്ലുന്ന തീത്തു എന്ന് പറയുന്ന പുതുപ്രായിരംകാരനെ പരിചയപ്പെടാൻ, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തെ മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചു എന്നുള്ളതാണ്. അധ്യാത്മരാമായണം കാണാതെ ചൊല്ലാൻ സാധിക്കുന്നു അല്ലേ? ഇത് പലവർക്കും സാധ്യതയുണ്ട്, പക്ഷെ അത് ശീലിക്കാറില്ല. ഇന്നും നമുക്കറിയാം അധ്യാത്മരാമായണത്തെ അറബിയിലേക്ക് അന്ന് കാലത്ത് ട്രാൻസ്ലേറ്റ് ചെയ്ത പാലക്കാട്ടുകാരനാണ്. ഇന്ന് അവരുടെ വീട്ടിൽ എപ്പോഴും വിളക്ക് വയ്ക്കുന്നുണ്ട്. പെരുമ്പ് എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ അവരുടെ വീട്ടിൽ ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ടും രാമായണത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ടും അറബിയിലേക്ക് ആദ്യമായി ട്രാൻസ്ലേറ്റ് ചെയ്ത വ്യക്തി പാലക്കാട്ട് ഇസ്മയിൽ എന്ന് പറയുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വിളക്ക് വയ്ക്കുന്നുണ്ട്. അപ്പോൾ ആധ്യാത്മിക ജീവിതത്തിലൂടെ ഉയർന്ന ചിന്തകൾ നേടുവാനും ഉയർന്ന കാര്യങ്ങൾ ചെയ്യുവാനും സാധിക്കും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, സദ്ഭാവേ സാധുഭാവേച്ച സദ്യുത്യേത വിധീയതേ പ്രശസ്തേ കർമ്മണി തഥാ. പ്രശസ്തമായ കർമ്മങ്ങൾ നമുക്ക് ചെയ്യുവാൻ ഭഗവത്ഗീത നമുക്ക് ഉറപ്പ് നൽകും. നമുക്കെല്ലാവർക്കും
2019 ഒരു സംഭവം ഉണ്ടായി അല്ലേ? കൊറോണ 2020 വന്നപ്പോൾ എല്ലാവരും വീട്ടിനകത്ത് ലോക്ക്ഡൗൺ ആയിപ്പോയി. ഏറ്റവും കൂടുതൽ ആധ്യാത്മിക പ്രഭാഷണങ്ങൾ നമ്മുടെ കൈകളിലേക്ക് വാട്സപ്പ് രൂപത്തിൽ അല്ലെങ്കിൽ യൂട്യൂബ് രൂപത്തിൽ നമ്മൾ വന്നപ്പോൾ അതെല്ലാം നമ്മൾ ശ്രദ്ധിക്കുകയുണ്ടായി അല്ലേ? കാണുകയുണ്ടായി, കേൾക്കുകയുണ്ടായി. ഒട്ടനവധി ആചാര അനുഷ്ഠാനങ്ങൾ, ഭാഗവത ഗ്രന്ഥങ്ങളെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ, രാമായണം കാലത്ത് രാമായണം നമുക്ക് വീട്ടിലിരുന്നു തന്നെ കേൾക്കാൻ സാധിക്കും. ഇവിടെയും നമ്മൾ നോക്കിയാൽ അറിയാം, ഈ ചാനൽ വഴിക്ക് ഒട്ടനവധി ആൾക്കാർ പല ഭാഗത്തും ഇരുന്ന് കേൾക്കുന്നുണ്ട് അല്ലേ? അവിടെ ഇരുന്ന് കേൾക്കുന്ന സമയത്ത് അവർക്ക് ഇവിടെ എത്താൻ സാധിച്ചില്ലെങ്കിലും അവരുടെ മനസ്സുകൊണ്ട് അവരിവിടെ എത്തുന്നുണ്ട്. അവ സംഘടിപ്പിക്കുന്ന വ്യക്തികൾക്ക് ഏറ്റവും വലിയ ആശ്വാസം എന്ന് വെച്ചാൽ ഇത്തരത്തിൽ അഖില ഭാരതീയ ഭാഗവത സത്രം എന്ന് പറയുന്നത് ഒട്ടനവധി ആൾക്കാരുടെ മനസ്സിലേക്കും അവർ കാണാനും തയ്യാറാവുന്നുണ്ട് എന്നുള്ളതാണ് അല്ലേ? അപ്പം അങ്ങനെ ആവുന്ന സമയത്ത് നമ്മുടെ കുട്ടികളെ എന്ത് ചെയ്യണം? പിടിച്ച് വലിച്ച് കുറച്ച് നേരമെങ്കിലും ഇരുത്താൻ സാധിക്കണം. ഏതെങ്കിലും ഒരു ആചാര്യൻ്റെ ഒരു പ്രഭാഷണം കേൾപ്പിച്ച് അത് വീട്ടിൽ ചെന്ന് ചോദിക്കാൻ നമുക്ക് സാധിക്കും. നീ എന്തെല്ലാമാണ് കേട്ട് മനസ്സിലാക്കിയത്? കുട്ടികൾ കരയുകയാണ്, ഓടിക്കളിക്കുകയാണ്, അല്ലെങ്കിൽ ചേറ് തട്ടിക്കളയുകയാണ് എന്ന് വിചാരിക്കരുത്. അവർ ചിലപ്പോൾ ഈ ഭാഗത്ത് വന്ന് എന്തെങ്കിലും അവരുടെ മനസ്സിനകത്തേക്കോ ബുദ്ധിക്കകത്തേക്കോ കയറിയാൽ അതൊരിക്കലും മറക്കുകയില്ല. അനുഭവസ്ഥനാണ് ഞാൻ. കാരണം അഞ്ചുമൂർത്തി ക്ഷേത്രത്തിൽ 2009 കുട്ടികൾക്കെല്ലാം സൂക്തങ്ങളെല്ലാം പഠിപ്പിച്ചു കൊടുക്കാൻ തയ്യാറായി. ഭാഗ്യസൂക്തവും ദുർഗാസൂക്തവും പഠിപ്പിച്ചു കൊടുക്കാൻ തയ്യാറായി. ദുർഗാസൂക്തം പഠിച്ചു കഴിഞ്ഞപ്പോൾ അവർ നിത്യേന അഭ്യാസം ചെയ്യാൻ തുടങ്ങി. ആ സമയത്ത് 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുണ്ട്. ഞാൻ വരാൻ കുറച്ച് നേരം വൈകിയപ്പോൾ ഇവരെല്ലാം ചൊല്ലാൻ തുടങ്ങി. ഇവരെല്ലാം ചൊല്ലൽ നിർത്തിയപ്പോൾ ആ കുട്ടി ചൊല്ലാൻ തുടങ്ങി. അന്ന് നമ്മൾ മനസ്സിലാക്കിയതാണ്. അതുവരെ ആ കുട്ടി ഇരുന്ന് ചൊല്ലുന്നത് നമുക്ക് തന്നെ ദേഷ്യം വരും. ചൊല്ലാനല്ല ഇരിക്കുക, അടുത്ത ആൾ നോണ്ടാനും പിച്ചാനും നുള്ളാനും അല്ലെങ്കിൽ അങ്ങോട്ട് തിരിയാനും ഇങ്ങോട്ട് തിരിയാനുമാണ്. അപ്പോൾ നമ്മളെന്താ വിചാരിക്കുക? ആ കുട്ടി പഠിക്കാനല്ല വന്നത് അല്ലേ? 3ാം ക്ലാസ്സിൽ എത്തിയിട്ടുള്ളൂ, ആ പ്രായം എത്തിയിട്ടുള്ളൂ. പക്ഷേ നമ്മുടെയൊക്കെ സാന്നിധ്യം, ഇപ്പം ഞാൻ ഇരിക്കുന്നത് തന്നെ ഭയങ്കര പേടിച്ചിട്ടാണ്. കാരണം എന്നേക്കാൾ മുതിർന്ന ആചാര്യന്മാർ നിൽക്കുന്ന സ്ഥലത്ത് എന്നാൽ അനുഭവസ്ഥനുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയുന്നത്. അപ്പോൾ അവിടെ ഒരു തെറ്റുകൾ വരാതിരിക്കാൻ വളരെയധികം ശ്രദ്ധയോടുകൂടിയാണ് സംസാരിക്കുന്നത്. കാരണം ഇത്രയും ഒരു മഹത്തായ വേദിയിൽ നിൽക്കുന്ന സമയത്ത്. അപ്പോൾ ആ കുട്ടി 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ദുർഗാസൂക്തം കാണാതെ ചൊല്ലാൻ സാധിച്ചത് അവരുടെ കൂടെ ഇരുന്നത് കൊണ്ട് മാത്രമാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ പറയുക, കൂടെ ഇരുത്താൻ നമുക്ക് സാധിക്കണം അല്ലേ? ഇവിടെ നമ്മൾ നോക്കിയപ്പോൾ ധ്രുവൻ 5ാമത്തെ വയസ്സിലേക്ക് പോയി. കാരണം എന്താ? സുരുചി എന്നുള്ള അമ്മയുടെ ശാസനം കൊണ്ട് അവിടെ നിന്നും സ്ഥലം വിടുകയാണ് അല്ലേ? പോയപ്പോഴോ അമ്മ വായ പൊത്തിപ്പിടിച്ച് ആരെക്കുറിച്ച്? ചെറിയമ്മയെക്കുറിച്ച് കുറ്റപ്പെടുത്തരുത് എന്ന് പറഞ്ഞു അല്ലേ? കുറ്റം പറയാൻ വന്ന ആ കുട്ടി ആ കുറ്റം പറയരുത് എന്ന് അമ്മ പറഞ്ഞു. നീ ഭഗവാനെ എന്ത് ചെയ്യണം? തപസ് ചെയ്യാൻ സാധിക്കണമെന്ന് പറഞ്ഞു. ഉടനെ അവിടെ നിന്ന് ഇറങ്ങാൻ സാധിച്ച ധ്രുവനെ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ നാരദൻ വന്ന് പറയുന്നുണ്ട്, നിനക്ക് കളിപ്പാട്ടങ്ങൾ തരാം, മറ്റത് തരാം, മറിച്ച് തരാം അല്ലേ? ഇതെല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് തന്നെയാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താണെന്നറിയോ? നമ്മുടെ വീട്ടിൽ വിരുന്നുകാരെങ്കിലും വന്നു നല്ല കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ തയ്യാറായി, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ ഒരു കല്യാണത്തിന് എന്തെല്ലാം തീരുമാനിക്കണമെന്ന് മനസ്സിലാക്കിയപ്പോൾ നമ്മുടെ കുട്ടികൾ ആ സമയത്ത് അവിടെ പ്ലേറ്റിൽ ചിലപ്പോൾ സ്വീറ്റ്സ് ഉണ്ടാവും, ചായ ഉണ്ടാവും, മിക്സർ ഉണ്ടാവും, ഇതെല്ലാം ഉണ്ടാവും അല്ലേ? അതിൻ്റെ ചുറ്റും ഓടി നടന്ന് അത് എടുക്കാൻ വേണ്ടി ആദ്യം ആഗ്രഹിക്കുമെങ്കിലും അമ്മയുടെയും അച്ഛൻ്റെയും അല്ലെങ്കിൽ ആരുടെയും മുഖത്ത് നോക്കും അല്ലേ? അപ്പം നമ്മളെന്താ ചെയ്യുക? കണ്ണുകൊണ്ട് അവനെ അത് വേണ്ടാന്ന് പറയും അല്ലേ? പക്ഷേ അവിടെ നിന്ന് ഒരു കഷ്ണം കിട്ടുന്നവരെ അവിടെ ചുറ്റിപ്പറ്റി നിൽക്കും അല്ലേ? അത് കഴിയുന്ന സമയത്ത് അമ്മ എന്താ പറയാന്നറിയോ? നീ ഒരു കാര്യം ചെയ്യേ, ദാ ഫോണ് കയ്യിൽ, നീ പോയി ഒരു ഭാഗത്തിരിക്കുക അല്ലേ? അങ്ങനെ ഒരു ഭാഗത്ത് മൊബൈൽ ഫോണുമായി കൊടുത്തപ്പോൾ ഇന്ന് ജനിച്ച കുട്ടികൾ വരെ ടാബിലാണ് അവരുടെ കാര്യങ്ങൾ കാണുന്നത് അല്ലേ? കാണുന്നതോ ആവശ്യമുള്ള കാര്യമാണോ? ആവശ്യമുള്ള കാര്യമേ അല്ല. ഗെയിമുകൾ കളിച്ച് അവരുടെ ജീവിതം നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണോ? അപ്പോൾ
ആ കാര്യങ്ങൾ നമുക്കൊന്ന് പകർന്നു കൊടുക്കാൻ സാധിക്കണം. കാരണം എക്സൈസ് ഓഫീസറുമായിട്ട് ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചപ്പോൾ അദ്ദേഹം സ്കൂളിൽ പരിപാടി നടക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ ഒരു കാര്യം നടക്കുന്നുണ്ട് നമ്മുടെ സമൂഹത്തിൽ. കാരണം ഇന്ന് ഗെയിം കളിച്ചുകൊണ്ട് അമ്മയുടെ അക്കൗണ്ടിലെ പൈസയെല്ലാം പോയിക്കൊണ്ടിരിക്കുകയാണ്. അമ്മ അറിയുന്ന പോലുമില്ല. അമ്മ ദിവസേന മെസ്സേജ് വരുന്നുണ്ട്, അവസാനം ബാങ്കിലേക്ക് കംപ്ലൈൻറ്റുമായി പോയി. ആ കംപ്ലൈൻറ്റുമായി പോയപ്പോൾ കുഞ്ഞിന് മനസ്സിലായി, 7ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലോ പഠിക്കുന്ന കുട്ടിയാണ്, പൈസ ഇങ്ങനെ ദിവസേന പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ബാങ്കിൽ ചെന്ന് അമ്മ നോക്കുന്ന സമയത്ത് ദിവസേന പോകുന്ന പൈസയുടെ കണക്കുകൾ അമ്മ മനസ്സിലാക്കിയപ്പോൾ ആ കുട്ടി അമ്മയുടെ അടുത്ത് നിന്ന് ആ ബാങ്കിൽ നിന്ന് പുറത്തേക്ക് ഓടിപ്പോയി. കാണാതായി ആ കുട്ടീനെ. കുറച്ച് വർഷങ്ങളായിട്ട് ആ കുട്ടിയെ തെരച്ചിൽ നടത്തി. അവസാനം അമ്മ വിചാരിച്ചു, മകൻ എന്നെ കൈവിട്ട് പോയി, എവിടേക്കാണ് പോയതെന്നറിയില്ല. കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ട് അടുത്തുള്ള ബിൽഡിംഗ്, അന്ന് ഒന്നും പണി നടക്കുന്നുണ്ടായിരുന്നില്ല, അടുത്തുള്ള ബിൽഡിംഗ് വാങ്ങി അത് വൃത്തിയാക്കുന്ന സമയത്ത് ഒരു കുട്ടിയുടെ എല്ല് കഷ്ണങ്ങൾ അവിടെ കിടക്കുന്നത് കണ്ടു. അത് നോക്കിയപ്പോൾ അന്ന് കാണാതെ പോയ കുട്ടിയുടെ തന്നെയാണ് എന്ന് മനസ്സിലാക്കി ആ കുടുംബത്തെ വിളിച്ചു വരുത്തി. എന്നതിന് ശേഷമാണ് ആ കുട്ടിയുടെ അമ്മയുടെ അക്കൗണ്ട്സ് സെർച്ച് ചെയ്തപ്പോൾ ഏതിലേക്കാണ് പണം പോയത് എന്ന് നോക്കുമ്പോൾ ഇങ്ങനെ കുട്ടികൾ ഗെയിം കളിച്ചുകൊണ്ട് എല്ലാ പാസ്വേഡും നമ്മൾ പകർന്നു കൊടുത്തത് കൊണ്ട്, കുട്ടികൾക്ക് പകർന്നു കൊടുത്തത് കൊണ്ട് ആ കുട്ടി അതിൽ നിന്നും പൈസ വിഡ്രോ ചെയ്ത് ഗെയിം കളിച്ച് പണം പോകാൻ തുടങ്ങി. അത് അമ്മ മനസ്സിലാക്കും എന്ന് പറഞ്ഞപ്പോൾ അമ്മയുടെ ചീത്തയോ ശാസനയോ അടിയോ തല്ലോ കിട്ടാൻ വേണ്ടിയിട്ട് തയ്യാറാവുന്നതിന് പകരമായിട്ട് എൻ്റെ ജീവിതം ഇല്ലാതാക്കാൻ ആ കുട്ടി തയ്യാറായി. അല്ലേ? ഒരമ്മയുടെ വേദന നമുക്കറിയാൻ സാധിക്കും, അച്ഛൻ്റെ കഷ്ടപ്പാട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലേ? അതിന് നമ്മൾ പറയേണ്ട ഉദാഹരണം എന്താ അറിയോ? പണ്ടൊക്കെ നമ്മുടെ വീട്ടിൽ കടുക് കഴിഞ്ഞു എന്ന് വിചാരിക്കുക. രാവിലെ എണ്ണ വയ്ക്കുന്ന സമയത്താണ് അമ്മ പറയുക, കടുക് കഴിഞ്ഞിരിക്കുകയാണ്, ഒരു ഗ്ലാസ് കയ്യിൽ തന്നിട്ട് അടുത്ത വീട്ടിൽ പോയിട്ട് കടുക് വാങ്ങിയിട്ട് വരാൻ വേണ്ടി പറയും. അല്ലേ? നമ്മളൊക്കെ അത് ചെയ്തിട്ടുണ്ടാവും. അല്ലേ? ചെയ്തിട്ടുണ്ടോ? അടുത്ത വീട്ടിൽ ചെന്ന് കടുക് വാങ്ങിയിട്ട് വരും, ആ കടുക് പൊട്ടിക്കും, അത് കഴിയും, ഭക്ഷണം ഉണ്ടാക്കി കഴിയും. പക്ഷേ അതേ അമ്മ തന്നെ ആ മാസത്തിൽ അച്ഛന് ശമ്പളം കിട്ടി അത് കൊണ്ടുവന്ന് ഭക്ഷണ സാധനങ്ങളൊക്കെ മേടിച്ചു കൊണ്ടുവന്നപ്പോൾ അതേ ഗ്ലാസ്സിൽ കടുകാക്കിയിട്ട് നമ്മുടെ കയ്യിൽ തന്നെ തന്ന് തിരിച്ച് അതേ വീട്ടിൽ കൊണ്ടേ കൊടുക്കാൻ നമുക്ക് പറയാൻ സാധിച്ചു. ഇല്ലേ? സാധിച്ചിട്ടുണ്ടോ? ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ലേ? ഇത് നമ്മൾ ആരെങ്കിലും ചെയ്യാറുണ്ടോ? ഇപ്പോൾ ചെയ്യാറില്ല. അടുത്ത വീടുകാരുമായിട്ടുള്ള ബന്ധം വളരെയധികം സ്നേഹവും സൗഹൃദവുമായിരുന്നു, സന്തോഷമായിരുന്നു. അല്ലേ? ഇന്ന് അയൽവാസി ദരിദ്രവാസി എന്നുള്ള പേരിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അല്ലേ? എങ്ങാനും നമ്മൾ ഒരു ഗ്ലാസ് എടുത്ത് നമ്മുടെ മകൻ്റെ അടുത്ത് പറഞ്ഞിട്ട് അടുത്ത വീട്ടിൽ പോയി കടുകോ പഞ്ചസാരയോ വാങ്ങിയിട്ട് വരാൻ പറഞ്ഞാൽ അടുത്ത വീട്ടുകാരെന്താ പറയാന്നറിയോ? ഇപ്പം അവരൊക്കെ നഷ്ടത്തിലാണ്, ദാരിദ്ര്യത്തിലാണെന്ന് തോന്നുന്നു. അല്ലേ? പക്ഷേ പണ്ട് അങ്ങനെ ഉണ്ടായിരുന്നില്ല. അതിന് ആചാര്യ വിനോബാവയുടെ ഭഗവത്ഗീത ഒന്ന് വായിച്ചു നോക്കണം. ആചാര്യ വിനോബാവ നമുക്കെല്ലാവർക്കും കേട്ടിട്ടുണ്ടാവില്ല. അല്ലേ? അമ്മ പറയുന്നത് കേൾക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. കുട്ടിയായിരിക്കുന്ന സമയത്ത് അവിടെ ഒരു ചക്ക വീട്ടിൽ പ്ലാവിൽ തയ്യാറായപ്പോൾ എടുത്തപ്പോൾ അമ്മ പറഞ്ഞു, അതിനെ വലിച്ച് നീ ഒന്ന് 4 കഷ്ണങ്ങളാക്കി എടുക്കണം. ആ 4 കഷ്ണങ്ങളെ എന്ത് ചെയ്യണം? ആദ്യം നീ അടുത്ത വീട്ടിൽ കൊണ്ടേ കൊടുക്കണം. ഒരു ഭാഗം വലതുവശത്തെ വീട്ടിലും ഇടതുവശത്തെ വീട്ടിലും മുന്നിലെ വീട്ടിലും കൊണ്ടേ കൊടുക്കണം. അല്ലേ? അതിനുശേഷം ഒരു ചുള എടുത്തു വെച്ചുകൊണ്ട് ബാക്കിയുള്ള ഒരു കഷ്ണം നീ പുറകിലെ വീട്ടിലും കൊടുക്കണം എന്ന് പറഞ്ഞു. അത്രയും ദിവസങ്ങൾ അത് ചക്കയൊന്ന് പഴുത്ത് കിട്ടാൻ, അതൊന്ന് കഴിക്കാൻ വേണ്ടി നാവും മനസ്സും ശരീരവും തയ്യാറായിരുന്നു. അല്ലേ? പഞ്ചേന്ദ്രിയങ്ങൾ എല്ലാം തയ്യാറായിരിക്കുന്ന സമയത്താണ് അമ്മ ഈ കാര്യം പറയുന്നത്. എങ്ങനെയാണ് നമ്മുടെ കുട്ടികളൊക്കെ സഹിക്കുക? അല്ലേ? അത് മുഴുക്ക തിന്നാനുള്ള ആഗ്രഹത്തോടു കൂടിയാണ് അതിനെ കഷ്ണങ്ങളാക്കിയത്. പക്ഷേ അമ്മ പറഞ്ഞത് കൊടുത്തപ്പോൾ അത് പറഞ്ഞ്
ജീവിതത്തിൽ തയ്യാറാക്കിയെടുത്തത് അമ്മയ്ക്ക് വേണ്ടി ഭഗവത്ഗീത എഴുതിയ ആചാര്യ വിനോബാവയെ നമുക്കിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു അദ്ദേഹം. മഹാത്മാഗാന്ധിജിയെ കാണാൻ വേണ്ടി പോയപ്പോൾ ആ സമയത്ത് നമ്മളൊക്കെ ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ്. അപ്പോൾ ഗാന്ധിജിയാണ് അവിടെ ഭക്ഷണം വിളമ്പുന്നത്. ഗാന്ധിജിയുടെ കയ്യിലണച്ചാൽ വഴുതിനിങ്ങ കൊണ്ടുള്ള കറിയാണ് ഉള്ളത്. ഇദ്ദേഹം അണച്ചാൽ വഴുതിനിങ്ങ കഴിക്കുന്നില്ല അല്ലേ. പക്ഷേ ഇരുന്ന് വിളമ്പിയപ്പോൾ ഗാന്ധിജിയാണ് തനിക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു വ്യക്തിയാണ് വിളമ്പുന്നത്. കഴിക്കാതിരിക്കാൻ നിവർത്തിയില്ല. ഉടനെ എന്ത് ചെയ്തു? അതിനെ എടുത്ത് വിഴുങ്ങിക്കളഞ്ഞു എന്നാണ് പറയുന്നത്. തിരിച്ച് ഗാന്ധിജി വിളമ്പി തിരിച്ചു വരുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഇലയിൽ വഴുതിനിങ്ങ കറിയില്ല. വീണ്ടും വിളമ്പി. അങ്ങനെ 4 or 5 പ്രാവശ്യം അദ്ദേഹം കഴിച്ചപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, ഇഷ്ടമില്ലാത്ത ഭക്ഷണം ഇഷ്ടമുള്ള ആൾ വിളമ്പി തന്നപ്പോൾ അത് എൻ്റെ ജീവിതത്തിൽ എന്തായി, അത് ശ്രേഷ്ഠമായി എന്ന് മനസ്സിലാക്കണം അല്ലേ. ഇന്ന് നമ്മൾ നോക്കൂ, രാത്രി 9:30 മണിക്ക് ശേഷമാണ് വീട്ടിൻ്റെ ഉമ്മറത്ത് ഒരാൾ ബൈക്കും കൊണ്ടുവന്ന് ഹോൺ അടിക്കുക അല്ലേ. അപ്പോൾ നമ്മുടെ മക്കൾ ആരെങ്കിലും വാതിൽ തുറന്ന് നേരെ പോയി, ഇപ്പം എല്ലാം ഗൂഗിൾ പേ കൊണ്ട് പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. അവിടെ ഏതെങ്കിലും ഫുഡ് പാർസലായി വന്നിട്ടുണ്ടാവും, അത് നേരെ കൊണ്ടുപോയി റൂമിലിരുന്ന് കഴിക്കലാണ്. ശരിയല്ലേ? ഇത് നടക്കുന്നില്ലേ അല്ലേ? അമ്മയുണ്ടാക്കുന്ന ഭക്ഷണം പോലും കഴിക്കാൻ താല്പര്യമില്ലാത്ത ആൾക്കാർ. പക്ഷെ ഭഗവാൻ എന്താ പറഞ്ഞത്? മാതൃഹസ്തേന ഭോജനം. ഒരു അമ്മയുടെ കൈകൊണ്ട് ഭക്ഷണം കഴിക്കാൻ സാധിച്ചാൽ, ആ മാതൃത്വം, ആ സ്നേഹം നമുക്ക് നുകരാൻ സാധിച്ചാൽ അത് തന്നെയാണ് ഏറ്റവും ശ്രേഷ്ഠമെന്നാണ്. അപ്പം അങ്ങനെ മാതൃഹസ്തേന ഭോജനം നമുക്ക് കുട്ടികളെ പഠിപ്പിച്ചെടുക്കാൻ സാധിക്കണം. ഇല്ലെങ്കിൽ ഫാസ്റ്റ് ഫുഡുകളിൽ ചെന്ന് അവർ കിട്ടുന്നത് വലിച്ചു വാരി കഴിക്കുന്നതിലൂടെ ആരോഗ്യം നഷ്ടപ്പെടുന്ന ഒരു ശീലം നമുക്കുണ്ട് അല്ലേ. ഇന്ന് ഏറ്റവും കൂടുതൽ കേരളത്തിൽ ക്യാൻസർ രോഗികളാണ്. കാരണം എന്താണെന്നറിയോ? വീട്ടിൽ അമ്മ ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമാണ്. എന്താ ദ്രോഹം എന്നറിയോ? പണ്ട് മൺപാത്രം നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു. ചോറ് വയ്ക്കാൻ മൺപാത്രമാണ് ഉപയോഗിച്ചിരുന്നത് അല്ലേ. അത് കഴുകാൻ നമുക്ക് സാധിക്കാത്തതുണ്ട്. കഴുകിയാൽ ചിലപ്പോൾ നമ്മുടെ ദേഷ്യം കൊണ്ട് അത് പൊട്ടിപ്പോകും അല്ലേ. പണ്ടൊക്കെ വർഷത്തിൽ 2 മൺകലമാണ് വാങ്ങി വയ്ക്കുക അല്ലേ. പിന്നെ അത് കിട്ടണമെങ്കിൽ ഒരുപാട് സമയമെടുക്കും. ഇപ്പോഴൊക്കെ റോഡ് സൈഡിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ ഇഷ്ടംമാതിരി മൺപാത്രങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട് അല്ലേ. മൺപാത്രം ഭക്ഷണം ഉണ്ടാക്കാൻ സാധിച്ചു അല്ലേ. ഇന്ന് അലുമിനിയം പാത്രത്തിലേക്ക് നമ്മൾ പോയപ്പോൾ അലുമിനിയം കെമിക്കൽ ആഡ് ചെയ്തിട്ടാണ് നമുക്ക് ചോറ് തരുന്നത്. കാഡ്മിയം എന്ന് പറയുന്ന കെമിക്കൽ നമുക്ക് ആഡ് ചെയ്തുകൊണ്ട് നമ്മൾ ചോറ് വയ്ക്കുമ്പോൾ, അത് തിളയ്ക്കുമ്പോൾ ഇതിൻ്റെ അലുമിനിയം പാത്രത്തിൻ്റെ സ്വഭാവം കൂടി നമുക്ക് വരുന്നു. അത് കഴിക്കുന്ന ആൾക്ക് ആരോഗ്യാവസ്ഥ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതേപോലെയുള്ള ഫാസ്റ്റ് ഫുഡുകൾ നമ്മൾ കഴിക്കുന്ന സമയത്ത് ഇത് നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കണം അല്ലേ. പണ്ട് നമുക്ക് നോക്കിയാൽ അറിയാം, ഇലയ്ക്ക് സദ്യ വിളമ്പിയിട്ട് അതിൽ ഓലൻ എന്ന് പറയുന്ന സാധനമുണ്ട്. ഓലൻ കഴിക്കാറുണ്ടല്ലോ അല്ലേ. എന്തിനാ ഓലൻ കഴിക്കുന്നത് അറിയോ? മറ്റ് കറികൾ കഴിച്ച് നാവിൽ രുചി വന്നാൽ ആ രുചി ഒന്ന് മാറ്റിയെടുക്കണമെങ്കിൽ ഓലൻ കഴിച്ച് അടുത്ത കറിയെ കഴിച്ചാൽ അടുത്ത കറിയുടെ ഗുണം എന്താണ്, ടേസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിനാണ് ഓലൻ കഴിക്കുന്നത് അല്ലേ. നമ്മളെല്ലാ കറികളും വെച്ചു, ആ കറികളെല്ലാം വെറുതെ കഴിച്ചു, ടേസ്റ്റ് ഇല്ലാതെയാണ് ഇപ്പോൾ കഴിക്കുന്നത്. ഇന്ന് അതുകൊണ്ട് കല്യാണ സദ്യകളിലൊക്കെ ഏറ്റവും കൂടുതൽ മസാലക്കറി കൂടി ചേർത്ത് വയ്ക്കാൻ തുടങ്ങി അല്ലേ. നാവിന് എരിവാണ് നമുക്ക് പ്രധാനം അല്ലേ. അതിനു വേണ്ടി നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരാണ്. പക്ഷേ ഈശ്വരൻ്റെ തപസ്സിലേക്ക് നമ്മൾ എത്തുന്ന സമയത്ത് എങ്ങനെയാണോ ഏകാദശി വ്രതം നോൽക്കാനും ദ്വാദശി കഴിഞ്ഞ് നമ്മൾ ഭക്ഷണം കഴിക്കാനും കൂടി നമ്മളെ പഠിപ്പിച്ചു അല്ലേ. ഏകാദശി വ്രതം എങ്ങനെ എടുക്കുക? തുളസി ഇലയും വെള്ളം കുടിച്ച് നമ്മൾ അരി ആഹാരം ഉപേക്ഷിച്ച് ഈശ്വരനാമങ്ങൾ ചൊല്ലിക്കൊണ്ടിരിക്കാൻ നമുക്ക് പഠിപ്പിച്ചു അല്ലേ. അവിടെ നമ്മൾ പറഞ്ഞു, യം വാബി സ്മരൺ പാപം തെജത്യന്തേ കളേപരം അല്ലേ. ഭഗവത്ഗീതയിലെ 8-ാം അധ്യായത്തിൽ 6-ാമത്തെ ശ്ലോകം. ഇതൊക്കെ എഴുതി വയ്ക്കണേ, നിങ്ങൾ പഠിക്കണേ. ഒന്നെടുത്ത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. അവസാന നിമിഷത്തിലല്ല നമ്മൾ ഈശ്വരനെ നാമം ജപിക്കേണ്ടത്. എന്നാലും അവസാന നിമിഷത്തിലാണ് നിങ്ങൾ ജപിച്ചതെങ്കിലും
ആ സമയത്ത് ഭഗവാന്റെ സ്വരൂപമാണ് നമ്മൾ കാണുന്നത്, ഭഗവാന്റെ ചിന്തകളാണ് നമുക്ക് വരുന്നതെങ്കിലും ഭഗവത്ഗീത നമ്മളോട് പറഞ്ഞു, അവസാനം ശ്വാസത്തിലാണ് നീ ഭഗവാനെ വിളിച്ചതെങ്കിൽ, നേരത്തെയുള്ള ആചാര്യൻ നമ്മളോട് പറഞ്ഞു ഇല്ലേ, ഏത് സമയത്തെങ്കിലും ഒരു നിമിഷം വിളിച്ചാൽ, നാരായണ എന്ന് നാമം ജപിച്ചാൽ അല്ലേ, ആ നാമജപം കൊണ്ട് അടുത്ത ജന്മം പുണ്യജന്മമായിട്ട് നമുക്ക് കിട്ടാൻ സാധിക്കും അല്ലേ. അങ്ങനെ ഒരു വ്യക്തിയെ ഞാൻ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തുകയാണ്. അദ്ദേഹം പാലക്കാട്ടുകാരനാണ്. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് അച്ഛൻ മരിച്ചു പോകുന്നത്. അവിടെ നിന്ന് അമ്മയും മകനും കൂടി ചെന്ന് വിചാരിച്ചു, ഇനി ജീവിതമില്ല, എന്നാൽ ആത്മഹത്യയിലേക്ക് പോകാം. അടുത്തുള്ള കിണറ്റിൽ ചെന്ന് ചാടാൻ വേണ്ടി തയ്യാറായപ്പോൾ അവിടെ ആ കുട്ടി അമ്മയുടെ മുഖത്ത് നോക്കി പറയാണ്, അമ്മ ആദ്യം ചാടി മരിക്കണം. നമ്മളൊക്കെയാണ് ചെന്താ പറയുക, നീ രക്ഷപ്പെടണ്ട, അങ്ങനെ നീയും കൂടി എൻ്റെ കൂടെ ചാടിക്കുമെന്നാണ് അല്ലേ. അമ്മ ചാടി ആദ്യം മരിക്കണം. അതിനുശേഷം പറഞ്ഞു, അമ്മ എന്നെക്കാട്ടിലും ഉയരമുണ്ട്, വണ്ണമുണ്ട്, അതുകൊണ്ട് ഞാൻ കുട്ടിയായതുകൊണ്ട് വെള്ളം കുടിച്ച് ഞാൻ പെട്ടെന്ന് ശ്വാസം മുട്ടി മരിക്കാം. അതിനുശേഷം ഞാൻ മരിച്ചതിന് ശേഷം അമ്മ എങ്ങാനും ജീവനോടെ ഉണ്ടെങ്കിൽ അമ്മയെ ആരാണ് നോക്കുക എന്ന ചോദ്യത്തിൻ്റെ മുന്നിൽ ആത്മഹത്യാ പ്രവണത മാറ്റിവെച്ച അമ്മയെ നമുക്ക് കാണാൻ സാധിക്കും. അതിനുശേഷം ഭർത്താവിൻ്റെ ജ്യേഷ്ഠൻ വന്ന് കണ്ണൂരിലേക്ക് കൊണ്ടുപോയി. അവിടെ നിന്നും സ്കൂൾ വിദ്യാഭ്യാസം പോലും പുറത്തുനിന്ന്, ക്ലാസിൻ്റെ പുറത്തുനിന്ന് സംഗീതം പഠിച്ച് ഇന്ന് MS വിശ്വനാഥൻ എന്ന് പറയുന്ന ഒരു മഹാപ്രതിഭയുണ്ട്, പാലക്കാട്ടുകാരനാണ്. 1500 സിനിമാ ഗാനങ്ങൾക്ക് അദ്ദേഹം സിനിമാ ഗാനങ്ങൾ നമുക്ക് പ്രദാനം ചെയ്ത വ്യക്തി 4ാം ക്ലാസ്സിൽ ആത്മഹത്യ ചെയ്തിരുന്നുവെങ്കിൽ അങ്ങനെ ഒരു നമുക്ക് വ്യക്തിയെ നമുക്ക് കിട്ടുമായിരുന്നു. അപ്പോൾ ഏത് സമയത്ത് ഈശ്വരനെ ജപിച്ചാലും ആ ഈശ്വരൻ നമുക്ക് പ്രത്യക്ഷത്തിൽ എന്ത് കിട്ടും? അനുഭവം കിട്ടുമെന്ന് നമ്മുടെ കുട്ടികളോട് പറയണം അല്ലേ. എങ്ങനെയാണോ ത്രിമധുരം കഴിച്ചപ്പോൾ ആ നാവിൽ ആ പഴത്തിൻ്റെയും നെയ്യിൻ്റെയും അതുപോലെ തേനിൻ്റെയും നുകരാൻ സാധിച്ചത്, അത് ശരീരത്തിലുടനീളം ചെല്ലുന്ന സമയത്ത് ആരോഗ്യപൂർണമായ ജീവിതം നമുക്ക് കിട്ടണമെങ്കിൽ ആ ത്രിമധുരത്തിന് അത്രയും വലിയ ഗുണമുണ്ട് എന്ന് മനസ്സിലാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കണം അല്ലേ. വെണ്ണ കഴിക്കുന്ന കുട്ടികളുണ്ടോ അല്ലേ? വെണ്ണ നമ്മൾ ചീട്ടാക്കാറുണ്ട്, വീട്ടിൽ നമ്മൾ ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെക്കാറുണ്ട്. കഴിക്കുന്ന ആൾക്കാർ കുറവാണ്. വെണ്ണ എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ അതിനാണ് സത്സംഗങ്ങൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാവേണ്ടത്. അപ്പോൾ സദാ നമുക്ക് ഈശ്വരനാമത്തിലൂടെ മുന്നോട്ട് പോകണമെങ്കിൽ സ്വധർമ്മം എന്താണെന്ന് മനസ്സിലാക്കിയെടുത്ത് നമുക്ക് പരധർമ്മത്തെ മനസ്സിലാക്കിയെടുക്കാൻ കുട്ടികളെ പ്രേരിപ്പിക്കണം. അപ്പോൾ അതുകൊണ്ട് ഓരോ സ്ഥലങ്ങളിലേക്കും നമ്മൾ ആ കുട്ടികളെ മുന്നോട്ട് കൊണ്ടുവന്ന് അവരെ പഠിപ്പിച്ച് കാണിച്ചു കൊടുത്ത് മനസ്സിലാക്കണം അല്ലേ. ഏറ്റവും പരമമായ സത്യം പറയുന്നത് അനുഭവമാണ് ജീവിതത്തിൽ ഗുരു അല്ലേ. ആദ്യത്തെ ഗുരു അമ്മയാണ്, അതിനുശേഷം നമ്മളെ പഠിപ്പിക്കുന്ന ആചാര്യന്മാരാണ്. പക്ഷേ അനുഭവം ഗുരുവാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കണ്ടേ? അതിനുവേണ്ടി പരിശ്രമിക്കാൻ നമുക്ക് ആധ്യാത്മിക ഗ്രന്ഥങ്ങളിലൂടെ അപ്പോൾ 1,45,000 ശ്ലോകങ്ങളുള്ള മഹാഭാരതം നമുക്ക് കാണാൻ സാധിക്കും. 85,600 ശ്ലോകങ്ങളാണ് സ്കന്ദപുരാണത്തിലുള്ളത്. അത് കഴിഞ്ഞാൽ എന്നും ആ പുസ്തകം പ്രചരിപ്പിച്ചിട്ടില്ല. 75,600 ശ്ലോകങ്ങൾ എഴുതിയ ഒരു മഹാപ്രതിഭയുണ്ട്. അദ്ദേഹം പാലക്കാട്ടുകാരനാണ്. AV ശങ്കരൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ആലത്തൂരിനടുത്ത് കാവശ്ശേരിക്കടുത്ത ഒരു ക്ഷേത്രത്തിലെ മാല കെട്ടുന്ന ആളായിരുന്നു. അവരുടെ വീട്ട് മാല കെട്ടുന്ന സമയത്ത് ദാരിദ്ര്യമുണ്ടെങ്കിലും അമ്മ മകനെ പഠിപ്പിക്കാൻ തയ്യാറായി. അവസാനം കെമിസ്ട്രി പ്രൊഫസറായിട്ട് ചിറ്റൂർ കോളേജിൽ അദ്ദേഹം സേവനമനുഷ്ഠിക്കുകയും ജോലി ചെയ്യുകയും ചെയ്തു. അതിനുശേഷം തിരുവനന്തപുരത്ത് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പ്രൊഫസറായിരുന്നു. അവിടെ നിന്നും ചട്ടമ്പി സ്വാമികൾ ഇരുന്ന് പൂജ കഴിച്ച ഒരു പലക അദ്ദേഹത്തിന് കിട്ടുകയാണ്. ഒരു വീട്ടിൽ ചെന്നപ്പോൾ അവിടെ അവർ ഇദ്ദേഹത്തിന് പ്രസൻറ്റ് ചെയ്തത് ആ പലകയാണ്. അവിടെ നിന്നും അദ്ദേഹം തുടങ്ങിയ തൻ്റെ ആധ്യാത്മിക ഗ്രന്ഥങ്ങളുടെ ഉൽപ്പത്തി അദ്ദേഹം പറയാറുണ്ട്.
വ്യാസഭഗവാൻ ഇത്രയും ലക്ഷങ്ങൾ ശ്ലോകങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ ഇത് ഗുരു പരമ്പരയുടെ അല്ലെങ്കിൽ ഈശ്വരൻ്റെ കാരുണ്യമാണ്. അതുകൊണ്ട് എനിക്ക് കിട്ടിയത് ആ തപസ് ചെയ്ത അല്ലെങ്കിൽ അദ്ദേഹം പൂജ ചെയ്ത ആ പലകയിലിരുന്നു കൊണ്ട് അതിൽ വെച്ചുകൊണ്ട് എഴുതി പത്മപാദ പുരാണം എന്നാണ് അദ്ദേഹത്തിന് ആ പേര്, പുസ്തകം. അദ്ദേഹം ഇല്ല, എ വി ശങ്കരൻ എന്ന് പറയുന്ന വ്യക്തി മരിച്ചുപോയി. പക്ഷേ നമ്മുടെ കാലടി സർവകലാശാലയിൽ ഇന്നും ആ പുസ്തകം പ്രസൻറ്റ് ചെയ്തിട്ടില്ല. ഒന്ന് ചിന്തിച്ച് നോക്കൂ. 76,500 ശ്ലോകങ്ങൾ അദ്ദേഹം എഴുതിയത്. അപ്പോൾ ആ ഗുരു പരമ്പരയുടെ കടാക്ഷത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്, ആ കുട്ടികളെ ഗുരു കടാക്ഷം വരുത്തണം. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഗുരുക്കന്മാരെ കൂടെ യാത്ര ചെയ്യിപ്പിക്കാൻ നമ്മുടെ കുട്ടികളെ സാധിപ്പിക്കണം, അല്ലേ? അപ്പോൾ സന്യാസികളുണ്ടാവാം, ആചാര്യന്മാരുണ്ടാവാം. ഇവരുടെ കൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് ഇവരുടെ ഭക്ഷണ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവർ ബഹുജനങ്ങളുമായിട്ട് എങ്ങനെയാണ് സംസാരിക്കുകയും പ്രവർത്തിക്കുകയും എങ്ങനെയാണ് അവർക്ക് നല്ലത് ഉപദേശിക്കുകയും ചെയ്യുക എന്നുള്ളത് നമ്മുടെ കുട്ടികളെ ബോധിപ്പിക്കണം. അതുകൊണ്ടാണ് വേദപാഠശാലകൾ പണ്ട് എല്ലാ ക്ഷേത്രങ്ങളിലും ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് നമുക്ക് വേദപാഠശാലകൾ കുറഞ്ഞ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു, അല്ലേ? പഠിച്ച് സമ്പാദിക്കാൻ മാത്രമല്ല, ആ സമ്പാദ്യം നിലനിർത്തുവാനും കൂടി നമ്മൾ പഠിപ്പിക്കണം എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പം നല്ല ജോലി കണ്ടെത്തുന്ന സമയത്ത് ആ നല്ല ജോലിയിൽ നിന്നും കിട്ടുന്ന സമ്പാദ്യം അത് നമ്മൾ 10% വഴിപാടുകൾക്കോ യജ്ഞങ്ങൾക്കോ കൊടുക്കുവാൻ നമ്മുടെ കുട്ടികളെ പരിപാലിക്കണം, അല്ലേ? എങ്ങനെയാണ് അറിയോ? പണ്ടൊക്കെ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും കാര്യങ്ങൾ സാധിക്കണമെങ്കിൽ അമ്മ ഉടനെ ചെന്ന് കുറേ ചില്ലറകൾ എടുത്തു കൊണ്ടുവന്ന് ഒരു പിടിപ്പണമായിട്ട് വയ്ക്കും, അല്ലേ? 41 ദിവസം അല്ലെങ്കിൽ 90 ദിവസത്തിനുള്ളിൽ ഞാൻ വിചാരിച്ച കാര്യങ്ങൾ നടക്കുകയാണെങ്കിൽ, അല്ലേ, അത് നടക്കാനുള്ള പ്രവർത്തനമുണ്ടെങ്കിൽ ഈ പിടിപ്പണം ഞാൻ എൻ്റെ കുലദേവതയ്ക്ക് അല്ലെങ്കിൽ ഗ്രാമദേവതയ്ക്ക് അല്ലെങ്കിൽ ഇഷ്ടദേവതയ്ക്ക് സമർപ്പിക്കാം, അല്ലേ? ചെയ്തിട്ടുണ്ടോ? പിടിപ്പണം സമർപ്പണം, അല്ലേ? അടുക്കളയിൽ നിന്നുകൊണ്ട് അമ്മ ചെയ്യുന്നൊരു പ്രവൃത്തിയുണ്ട്. എല്ലാവർക്കും വേണ്ടി അരിയെടുത്ത് പാത്രത്തിലാക്കിയതിന് ശേഷം അവിടെ ഒരു പിടി അരിയെടുത്ത് മാറ്റി വയ്ക്കാറുണ്ട്. കാരണം ശനിയാഴ്ച ദിവസങ്ങളിൽ വീട്ടിൻ്റെ മുന്നിൽ നിങ്ങളുടെ വീട്ടിൽ നല്ല കാലം വരുന്നു എന്ന് പറഞ്ഞ് ഒരു കുടുകുടുപ്പാണ്ടി പണ്ട് വീട്ടിൽ വരുമായിരുന്നു. രാത്രി കറുത്ത വസ്ത്രം ധരിച്ച് അവർ വരുന്നത് കൊണ്ട് പണ്ട് നമ്മുടെ ആൾക്കാരെല്ലാം അവരെ തല്ലി ഓടിച്ചു. ഇന്ന് അവരുടെ വിഭാഗം തമിഴ്നാട്ടിലുണ്ട്, അവരെ കാണാൻ സാധിച്ചിട്ടുള്ളതുകൊണ്ട് പറയാം. അവരെന്താ വെച്ചാൽ ഇപ്പോൾ കേരളത്തിലേക്കേ വരുന്നില്ല. കാരണം രാത്രി കാലങ്ങളിൽ അവർ രാത്രിയാണ് വരിക, സന്ധ്യാസമയത്താണ് വരിക. ആ സമയത്ത് അവർ മാറ്റിവെച്ച അരി അവർക്ക് സമർപ്പിക്കുകയും 1.25 ഉറുപ്പ്യ അവിടെ കൊടുക്കും, അല്ലേ? ഇങ്ങനെ നമ്മൾ ചെയ്തിരുന്നു. അപ്പോൾ പിടിയരിയും പിടിപ്പണവും കൊണ്ട് സകല ദാരിദ്ര്യത്തെയും നമുക്ക് കാര്യസാധ്യത്തെയും കിട്ടുമെന്ന് നമ്മുടെ കുട്ടികളോട് പറഞ്ഞു കൊടുക്കണം, അല്ലേ? പാലക്കാട് നിർമ്മലാനന്ദഗിരി ഉണ്ടായിരുന്നു, സമാധിയായി. അദ്ദേഹം പറയാറുണ്ട്, ആയുർവേദ പണ്ഡിതനാണ്. അദ്ദേഹം പറയാറുണ്ട്, നമ്മുടെ വീട്ടിലുള്ള കപ്പലമുളകെടുത്ത് 7 കപ്പലമുളകെടുക്കുക, ശിരസ് മുതൽ പാദം വരെ ഒഴിഞ്ഞ് ദൃഷ്ടിദോഷങ്ങളെ കളയാൻ നമുക്ക് സാധിക്കും. കുട്ടികൾ മടി പിടിച്ചിരിക്കുകയാണെങ്കിൽ ഒന്ന് ചുറ്റിയിടാൻ നമ്മുടെ അമ്മമാർ തയ്യാറാവണം, അല്ലേ? അത് കഴിഞ്ഞോ ക്ഷേത്രത്തിൽ വന്ന് എള്ളു തിരി കത്തിക്കുന്നത്, ഇപ്പോൾ അയ്യപ്പൻ്റെ കാലഘട്ടമാണ്, മണ്ഡലമാസ കാലഘട്ടം, അല്ലേ? എള്ളുതിരി ഏറ്റവും കൂടുതൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കണം, അല്ലേ? ഇത് നമ്മൾ ചെയ്തിരുന്നു, ഇപ്പോൾ നമ്മൾ ചെയ്യാറില്ല. അതുകൊണ്ട് ഇന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ IT മേഖലയിലുള്ള കുട്ടികൾക്ക് ഇന്ന് 1 മാസത്തിനുള്ളിൽ നിങ്ങൾ അടുത്ത ജോലി നോക്കിക്കോളൂ എന്ന് പറഞ്ഞ് മെയിൽ വന്നാൽ അവർ മാനസികമായി തളർന്നു പോകുകയാണ്. ശരിയല്ലേ? ജോലി സ്ഥലത്ത് നിന്നും അടുത്ത ആഴ്ച മുതൽ നീ വരണ്ട എന്ന് പറഞ്ഞാൽ അവർ മാനസികമായി തളർന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ, അടുത്ത ജോലി കിട്ടുമോ എന്നറിയാതെ പരീക്ഷണ വസ്തുക്കളായി നമ്മുടെ കുട്ടികൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് നമ്മുടെ കർമ്മങ്ങളെല്ലാം എങ്ങനെയായിരിക്കണം? ഒരുമിച്ചായിരിക്കണമെന്ന് ഭഗവാൻ 3-ാം അധ്യായത്തിൽ 10-ാമത്തെ ശ്ലോകം നമ്മളോട് പറഞ്ഞു. സഹയജ്ഞ പ്രജാസൃഷ്ട്വ പുരോവാച പ്രജാപതി.
അനേന പ്രസവിഷദ്വം ഏഷതോ ഇഷ്ടകാമതുഹു. എങ്ങനെയാണോ കാമധേനു നമുക്ക് ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നടത്തിത്തന്നത്, അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. ഞാൻ നിൻ്റെ കൂടെയുണ്ട് മകനെ എന്ന് പറയാൻ, അല്ലെങ്കിൽ മകളെ എന്ന് പറയാൻ നമുക്ക് സാധിക്കണം, അല്ലേ? ഇന്ന് നമ്മുടെ കുട്ടികളുടെ സിസ്റ്റം നിങ്ങൾ എടുത്തു നോക്കൂ. 10ാം ക്ലാസ് കഴിഞ്ഞാൽ പ്ലസ് വൺ പ്ലസ് ടു കഴിഞ്ഞാൽ അവർ ഉടനെ ചിന്തിക്കുന്നത് എന്താണെന്നറിയോ? എൻ്റെ സുഹൃത്തുക്കൾ ഏത് ഭാഗത്താണ്, കോളേജിലാണ് ജോയിൻ ചെയ്യുന്നത്, ഏത് വിഷയമാണ് പഠിക്കുന്നത് എന്നാണ് ചിന്തിക്കുക, അല്ലേ? പണ്ട് അങ്ങനെ ആയിരുന്നില്ല. 10ാം ക്ലാസ് കഴിയുന്ന സമയത്ത് ഒന്നുമില്ലെങ്കിൽ മനസ്സിലാക്കിയ ആചാര്യൻ്റെ മുന്നിൽ കൊണ്ടുപോകും, അല്ലെങ്കിൽ പഠിപ്പിച്ച മാഷുടെ മുന്നിലോ ടീച്ചറുടെ മുന്നിലോ കൊണ്ടുപോകും. എന്നിട്ട് ചോദിക്കും, ഇവൻ എന്താവും മാഷേ ടീച്ചറെ എന്നാ, അല്ലേ? അതിനനുസരിച്ച് അടുത്ത കാര്യത്തിലേക്ക് തയ്യാറെടുക്കാൻ ആര് തയ്യാറാവും? അച്ഛനമ്മമാർ തയ്യാറാവും. പക്ഷേ ഇന്ന് മക്കൾ എന്ത് ചെയ്യുന്നു? എൻ്റെ സുഹൃത്തുക്കൾ പഠിക്കുന്ന സ്ഥലത്ത് തന്നെ അവരും ചെന്നിരിക്കാൻ, അവരും ചെന്ന് പഠിക്കാൻ തയ്യാറാവുന്നു, അല്ലേ? അപ്പോൾ 3-ാം അധ്യായം 12-ാമത്തെ ശ്ലോകം നമ്മളോട് പറഞ്ഞ യജ്ഞങ്ങൾ ഇഷ്ട കാര്യത്തിന് വേണ്ടി മാത്രമാവരുത്. ഇഷ്ടാൻ ഭോഗാൻ എന്നുള്ള ശ്ലോകം നമ്മൾ എടുത്തു നോക്കുന്ന സമയത്ത് ആ ശ്ലോകത്തിൽ നമ്മൾ പറയുന്നത് ഇത്രയാണ്: ഇഷ്ടകാര്യങ്ങൾക്ക് മാത്രമാണ് നമ്മൾ യജ്ഞങ്ങൾ സ്വീകരിക്കുന്നത്, അല്ലേ? ഒരു ജ്യോതിഷി ചെന്ന് കണ്ട് ജ്യോതിഷം എഴുതി തന്നതനുസരിച്ച്, അല്ലെങ്കിൽ ജ്യോതിഷം എഴുതി തന്നതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്തു? ആ ഹോമാദി കാര്യങ്ങളിൽ പങ്കാളിയായി, അല്ലെങ്കിൽ പൈസ കൊടുത്ത് ആ ഹോമം നടത്തി എന്നുള്ളതാണ്, അല്ലേ? പക്ഷെ അതിൻ്റെ കൂടെ ഇരുന്ന് ആ യജ്ഞത്തിന് പൂർത്തീകരിക്കാൻ നമ്മൾ കൂടി നിൽക്കണ്ടേ? ഉദാഹരണത്തിന് നമ്മൾ നോക്കിയാൽ അറിയാം, നമ്മൾ ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്ന സമയത്ത് ആദ്യം കാലത്ത് ഗണപതി ഹോമം ചെയ്യാറുണ്ട്, അല്ലേ? ഗണപതി ഹോമത്തിന് ആരെങ്കിലും എത്താറുണ്ടോ? മാക്സിമം ആ തന്ത്രി ഉണ്ടാവും, ശാന്തിക്കാരനുണ്ടാവും, അല്ലെങ്കിൽ കഴകക്കാർ ആരെങ്കിലും ഉണ്ടാവും, അല്ലേ? ചീട്ടാക്കിയ ആൾക്കാർ പേര് വിളിക്കുമ്പോൾ പോലും അവിടെ എത്താറില്ല, ശരിയല്ലേ? അഷ്ടദ്രവ്യം നമ്മൾ ഹോമിക്കുന്ന സമയത്ത് അതിൻ്റെ പുക നമ്മുടെ ശരീരത്തിലേക്ക്, ഉള്ളിലേക്ക് വന്നാൽ ആരോഗ്യപ്രദമായ കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുമെന്ന് ആചാര്യന്മാർ നമ്മളോട് പറഞ്ഞു, അല്ലേ? അത് സ്വീകരിക്കാറില്ല. നേരെ മറിച്ച് 9 മണിക്ക് വന്ന് നിവേദ്യ പൂജയും കഴിഞ്ഞ് ഗണപതി ഹോമത്തിൻ്റെ പ്രസാദവും വാങ്ങി പാക്കറ്റാക്കി അത് കഴിച്ചു പോകുന്നതാണ്. യഥാർത്ഥ ഗണപതി ഹോമത്തിൽ നമുക്ക് വരുന്ന ഹവിസ്, ഹോമിക്കുന്ന സമയത്ത് അതിൻ്റെ പുകയാണ്. അത് നമ്മൾ സ്വീകരിക്കാൻ തയ്യാറാവുന്നില്ല, അല്ലേ? ഞാനൊരു വീട്ടിൽ ഗണപതി ഹോമത്തിന് പോയപ്പോൾ എന്നോട് പറഞ്ഞു, നേരെ ആ പൂജാമുറിയിൽ ചെന്നിരുന്നോളൂ, അവിടെ എല്ലാ സാധനങ്ങളും വെച്ചിട്ടുണ്ട്, ബാക്കിയെല്ലാം നിങ്ങൾ അറേഞ്ച് ചെയ്തോളൂ എന്ന് പറഞ്ഞു. അതിനുശേഷം ആ പൂജാമുറിയുടെ കതവടച്ചു. എന്നിട്ട് ഒരു ജനൽ തുറന്നിട്ട് അവർ പുറത്തുനിന്ന് നോക്കുകയാണ് ചെയ്തത്. കാരണം പുക തട്ടിയാൽ എൻ്റെ ശ്വാസം മുട്ടൽ വർദ്ധിക്കും. ഇങ്ങനെയും ഗണപതി ഹോമം നടത്തുന്ന ആൾക്കാരുണ്ട് എന്ന് നമുക്കറിയാൻ സാധിക്കും. അനുഭവത്തിൽ വന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഇതെല്ലാം നമുക്ക് മാറ്റാൻ സാധിക്കണമെങ്കിൽ നമ്മുടെ ജീവിതം യജ്ഞമാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ 22ാമത്തെ വയസ്സിൽ നമ്മുടെ കുട്ടിക്ക് മനസ്സിലാക്കും, എന്ത്? ഞാൻ ചെയ്യുന്ന ധർമ്മം എങ്ങനെയാണ്? എൻ്റെ കുടുംബത്തെ പരിപാലിക്കണം, എൻ്റെ അച്ഛനമ്മയെ പരിപാലിക്കണം, എൻ്റെ സഹോദരനെ സംരക്ഷിക്കണം, എൻ്റെ സമൂഹത്തിലുള്ള വ്യക്തികളെ സംരക്ഷിക്കണം, സമൂഹത്തിലെ സഹജീവികളെ നമ്മൾ സംരക്ഷിക്കണം. അതാണ് പറഞ്ഞത്, സഹയജ്ഞ പ്രജാസൃഷ്ട പുരോവാച പ്രജാപതി. അപ്പോൾ എങ്ങനെയാണോ നമ്മൾ ചെയ്യുന്ന ധർമ്മം, ആ ധർമ്മത്തിലൂടെ നമുക്കെന്ത് വേണം? നേടിയെടുക്കാനുള്ള കരുത്ത് ആർജിക്കാൻ സാധിക്കും. ഞാൻ പറഞ്ഞു വന്നത് 2020 കൊറോണ വന്നപ്പോൾ ആദ്യം എൻ്റെ ഫ്ലാറ്റിൻ്റെ മുകളിൽ നിന്നും ചാടി മരിച്ചത് സ്വന്തമായിട്ട് കപ്പലുള്ള ആളായിരുന്നു. ദുബായിൽ കപ്പൽ പോലുമുള്ള സാമ്പത്തികതയിൽ അഭിവൃദ്ധിയുള്ള ആളായിരുന്നു. പക്ഷേ കൊറോണ വന്നപ്പോൾ അദ്ദേഹത്തിന് മാനസികമായി പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. ഫ്ലാറ്റിൻ്റെ മുകളിൽ നിന്നും ആദ്യമായിട്ട് നമ്മൾ കാണുന്ന കൊറോണയുടെ സൂയിസൈഡ് നമുക്ക് കാണാൻ സാധിക്കും, അല്ലേ? അപ്പം ഇത് മാനസിക ആരോഗ്യം ഉണർത്തുവാൻ വേണ്ടിയിട്ടാണ്
ഭഗവത്ഗീതയെ നമ്മൾ നിത്യജീവിതത്തിൽ പാരായണം ചെയ്യാനോ, ഒരു ശ്ലോകമെങ്കിലും നമ്മൾ നിത്യേന പാരായണം ചെയ്ത് അർത്ഥം എഴുതി വയ്ക്കാൻ നമുക്ക് സാധിക്കണം. നമ്മൾ കേൾക്കാൻ മാത്രം സാധിക്കുന്ന ആൾക്കാരാണ്. പറയാൻ നമുക്ക് മടിയില്ല, പക്ഷേ കേൾക്കുന്ന ആൾക്കാർ കുറേ കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ വരുമ്പോൾ ഇതെല്ലാം മറന്നു പോകും. ശരിയല്ലേ? ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ, നാളെ പറയുന്ന കാര്യങ്ങൾ, ഈ 12 ദിവസവും ഇവിടെ നടക്കുന്ന യജ്ഞത്തിലെ കാര്യങ്ങൾ നമ്മൾ എങ്ങനെയെങ്കിലും നമ്മുടെ പേരക്കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുമോ? ഇവിടെ നിന്ന് അവിടെ എത്തുമ്പോൾ തന്നെ എല്ലാം മറന്നുപോയി, ഇനി എന്താ പറഞ്ഞു കൊടുക്കാനാണ് അല്ലേ? അതുകൊണ്ട് പണ്ട് നമ്മൾ പറഞ്ഞിരുന്നു, 10 പ്രാവശ്യം വായിക്കുന്നതും പഠിക്കുന്നതിനേക്കാൾ 1 പ്രാവശ്യം എഴുതി വെച്ചാൽ മതി. 1 പ്രാവശ്യം എഴുതി വെച്ചാൽ അത് നമ്മുടെ മനസ്സിലേക്ക് വന്നു. ശരിയല്ലേ? ഇത് നമ്മളാരും നമ്മുടെ മക്കളെ പഠിപ്പിച്ചിട്ടില്ല. അപ്പം നമ്മുടെ കുട്ടികളൊക്കെ രാത്രി പഠിക്കുന്ന കുട്ടികളാണിപ്പോൾ. രാത്രി 9 മണിക്ക് ശേഷം 2 മണി വരെ വേണച്ചാലും അവർ പഠിക്കും. പക്ഷേ രാവിലെ മാത്രം അവരെ വിളിക്കരുത് അല്ലേ? പക്ഷേ അമേരിക്കൻ രാജ്യങ്ങളിലേക്ക് ചെല്ലുന്ന സമയത്ത് അവർ പറയാറുണ്ട്, രാവിലെ 5:30 സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് അവരെണീറ്റ് കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറാവുന്നുണ്ട് അല്ലേ? നമ്മൾ ഇവിടെ സൂര്യൻ ഉദിക്കുമ്പോൾ നമ്മളാണ് കിടന്നുറങ്ങുന്നത് അല്ലേ? അപ്പോൾ കുട്ടികളോട് പറയണം, രാക്ഷസയാമമാണ് 9 മണി തൊട്ട് 12 മണി വരെ അല്ലേ? അതുകൊണ്ട് ആ സമയത്ത് പഠിക്കും തോറും നമ്മുടെ ബുദ്ധിശക്തിയിൽ ഉറയ്ക്കാൻ ഓർമ്മ കുറവ് നമുക്ക് നഷ്ടപ്പെടും. അതുകൊണ്ട് രാവിലെ 4:30 മണിക്ക് മുതൽ 5:30 മണി വരെ പഠിക്കാൻ ശ്രമിക്കൂ. 4:30 എണീറ്റ് പഠിക്കാൻ ശ്രമിച്ചാൽ ആ കുട്ടിക്ക് 1 മണിക്കൂർ പഠിക്കുന്ന കാര്യങ്ങൾ പരീക്ഷ എഴുതുവാൻ നമുക്ക് സാധിക്കും. അവിടെയും പഠിക്കേണ്ട രീതി നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് ഇങ്ങനെയാണ്. കിഴക്കോട്ടോ വടക്കോട്ടോ ഇരുന്ന് പഠിക്കാൻ നമുക്ക് സാധിക്കാം. വടക്കോട്ട് തിരിഞ്ഞിരുന്ന് പഠിക്കാൻ സാധിച്ചാൽ യോഗീശ്വരനായ ദക്ഷിണാമൂർത്തി സ്വാമികൾക്ക് കിട്ടിയ ആ ജ്ഞാനം, ദക്ഷിണാമൂർത്തിയെ പോലെ, ദക്ഷിണാമൂർത്തി എല്ലാവിടെയും വടക്കോട്ട് തിരിഞ്ഞിട്ടായിരിക്കുന്നതാണ് അല്ലേ? അപ്പോൾ അതേപോലെ നമുക്ക് ജ്ഞാനത്തെ സ്വീകരിക്കാനുള്ള കഴിവ് നമുക്കുണ്ടാവും വടക്കോട്ട് നോക്കിയാണ്. കിഴക്കോട്ടാണെങ്കിൽ എങ്ങനെയാണോ സൂര്യൻ ഉദിച്ച് എല്ലാവർക്കും പ്രകാശപൂരിതമാക്കാൻ സാധിക്കുക, അത്രയുള്ള അറിവ് നമുക്ക് സ്വീകരിക്കാൻ നമുക്ക് സാധിക്കും. അപ്പോൾ അങ്ങനെ കിഴക്കോട്ട് നോക്കി നമുക്ക് ഇരുന്ന് പഠിക്കാൻ സാധിക്കണം. പഠിക്കുന്നതിന് മുമ്പ് 2 ഗ്ലാസ് വെള്ളം കുടിച്ച് ഇരിക്കാൻ സാധിക്കണം. കാരണം പഠിക്കും തോറും ഓക്സിജൻ ലെവൽ നമ്മുടെ ശരീരത്തിൽ നിന്നും കുറയും. അപ്പോൾ കോട്ടുവായ വരും അല്ലേ? ചെറിയ കുട്ടികളൊക്കെ നിങ്ങൾ എടുത്തു നോക്കൂ. അവർ പഠിക്കാനിരുന്നാലാണ് നേരെ അമ്മഴത്ത് വരിക, അടുക്കളയിൽ വന്നിട്ട് എനിക്ക് വെള്ളം ദാഹിക്കുന്നു എന്ന് പറയാം അല്ലേ? അപ്പോൾ നമ്മളെന്താ ചീത്ത പറയും, ഇപ്പോഴല്ലേ പഠിക്കാനിരുന്നുള്ളൂ, അപ്പോഴേക്കും നിനക്ക് വെള്ളം ദാഹിക്കാറായോ? മടി കാണിക്കുകയാണെന്നാണ് വിചാരിക്കുക. ഓക്സിജൻ ലെവൽ നമ്മൾ വായിക്കും തോറും എഴുതും തോറും ഓക്സിജൻ ലെവൽ നമുക്ക് കുറയുമ്പോൾ അവിടെ എന്താവും? കുട്ടികൾക്ക് കോട്ടുവായ വരും. അപ്പോൾ അത് വരാതിരിക്കാൻ 2 ഗ്ലാസ് വെള്ളം കുടിച്ച് നമുക്ക് ശീലിക്കാൻ സാധിക്കാം. അപ്പോൾ അങ്ങനെ ആവുന്ന സമയത്ത് പഠിച്ച കാര്യങ്ങൾ ഓർമ്മയിലുണ്ടാവാനും പഠിച്ച വിഷയത്തിൽ മാർക്ക് കൂടുതൽ കിട്ടുവാനുമാണ് നേരത്തെ പറഞ്ഞ വിദ്യാഗോപാല മന്ത്രം ദിവസേന 27 പ്രാവശ്യമെങ്കിലും നമ്മൾ ചൊല്ലിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. വിദ്യാഗോപാല ക്ലീം എന്ന മന്ത്രം, ബീജാക്ഷര മന്ത്രം ചൊല്ലുമ്പോൾ അത് നമുക്ക് നാഡികൾക്ക് പ്രകാശം ചൊരിയാനും ബുദ്ധിക്ക് പ്രഭാവമുണ്ടാവാനും സാധിക്കും. നെറുകയിൽ കൈവച്ച് അമ്മയും അച്ഛനും അനുഗ്രഹിക്കുമ്പോൾ ആ കുട്ടിയുടെ സരസ്വതി നാഡി നമുക്ക് തെളിയുവാൻ സാധിക്കും. അതേപോലെ നമ്മൾ കാണിച്ചു കൊടുക്കണം. ഞാൻ പറഞ്ഞു തുടങ്ങിയ ഒരു കാര്യമാണ് അത്രി മഹർഷിയെയും അനസൂയയെയും അല്ലേ? അത്രി മഹർഷി അനസൂയയെ നമസ്കരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അല്ലേ? എവിടെയെങ്കിലും ഭർത്താവ് ഭാര്യയെ നമസ്കരിച്ചതായിട്ടുണ്ടോ? നമ്മളാരെങ്കിലും കല്യാണത്തിന് ശേഷം ഭർത്താവിനെ നമസ്കരിച്ചിട്ടുണ്ടോ? ഭർത്താവിനെ നമസ്കരിച്ചിട്ടുണ്ട്. ഭർത്താവ് ഭാര്യയെ നമസ്കരിച്ചിട്ടുണ്ടോ? ഇല്ല. ആരോ പറഞ്ഞു സ്ത്രീ നമ്മുടെ എന്താണ്? അടിമയാണ്, പുരുഷൻ്റെ അടിമയാണ് അല്ലേ? പക്ഷെ അത്രി മഹർഷി നമ്മളോട് പറഞ്ഞു തരുന്നു, അനസൂയ ഏറ്റവും നല്ല തപസ്സിയാണ്. ശ്രീരാമ നീ പോയി നമസ്കരിക്കൂ. അദ്ദേഹം അങ്ങോട്ടും ഇങ്ങോട്ടും നമസ്കരിക്കുന്നത് നമുക്ക് കാണാം. അത്രി മഹർഷി അനസൂയയെയും അനസൂയ ദേവി അത്രി മഹർഷിയെയും നമസ്കരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള എല്ലാ
കാര്യവും എന്താണ്? പരമാത്മാവാണ് എന്ന് മനസ്സിലാക്കി തരുന്നു. ശരീരമല്ല, ആത്മാവാണ്. അവിടെയാണ് 13-ാം അധ്യായത്തിലെ ആദ്യത്തെ ശ്ലോകം. ചില പുസ്തകങ്ങളിൽ നമുക്കത് കാണില്ല. ഭഗവത്ഗീതയിൽ പ്രകൃതിയും പുരുഷനും എന്താണ്, ക്ഷേത്രവും ക്ഷേത്രജ്ഞനും എന്താണെന്ന് അർജുനൻ ചോദിക്കുന്ന സമയത്താണ് പറയുക, ഇതം ശരീരം തു കൗന്ദേയ ക്ഷേത്രമിത്യവിധിയ. ഈ ശ്ലോകം നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? ഈ ശരീരം ക്ഷേത്രമാക്കിയെടുക്കണം. ക്ഷേത്രത്തിൽ എങ്ങനെയാണോ രാവിലെ ശാന്തിക്കാരൻ കയറി മണിയടിച്ച് വാതിൽ തുറന്ന് അഭിഷേകം ചെയ്ത് മലർ നിവേദ്യം ചെയ്ത് അവിടെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് പോലെ ശ്രേഷ്ഠമായ കാര്യങ്ങൾ ചെയ്യുവാൻ നീ എന്താവണം? ശരീരം ക്ഷേത്രമാക്കിയെടുക്കണം എന്നുള്ള സ്വഭാവം. അത് പ്രകൃതിയുമായി ലയിക്കണമെങ്കിൽ പ്രകൃതിയും പുരുഷനും തമ്മിലുള്ള ബന്ധത്തെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം അല്ലേ? നമ്മളൊരു കവിത പറയാറുണ്ട്, ഈച്ചയും പൂച്ചയും കഞ്ഞി വെച്ചിട്ടതിൽ ഈച്ച മരിച്ചതും പൂച്ച കുടിച്ചതും കുഞ്ഞെടുത്തി പറഞ്ഞു കൊടുക്കുമ്പോൾ ഉണ്ണിക്കത്ഭുതമാഹ്ലാദം അല്ലേ? ഈ കവിത കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? കുഞ്ഞെടുത്തി എന്നുള്ള കവിതയാണ് അല്ലേ? അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ കുട്ടികൾക്ക് അത്ഭുതകരമായ കാഴ്ചകൾ കാണിച്ചു കൊടുക്കാനും ആനന്ദിക്കുന്ന കഥകൾ പറഞ്ഞു കൊടുക്കാനും നമുക്ക് സാധിക്കണം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കല്യാണ സൗഗന്ധികം കേൾക്കുന്ന അല്ലെങ്കിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് ഭീമൻ അഹങ്കാരത്തോടു കൂടി പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും അല്ലേ? ആ അഹങ്കാരത്തെ ശമിപ്പിക്കുന്നത് എവിടെയാണ്? ഹനുമാൻ സ്വാമി ഒരു കുരങ്ങൻ്റെ രൂപത്തിൽ അവിടെ വന്ന് കടന്ന് വാലിനെ പോലും തൻ്റെ ഗദ കൊണ്ടോ തൻ്റെ ശക്തി കൊണ്ടോ എടുക്കാൻ സാധിക്കാതെ അവസാനം അഹങ്കാരമെല്ലാം ശമിപ്പിച്ചുകൊണ്ട് നമസ്കരിക്കുന്ന സമയത്ത് തൻ്റെ ജ്യേഷ്ഠനാണ്, വായുപുത്രനാണ് എന്ന് മനസ്സിലാക്കുന്ന ആ ഭീമൻ്റെ അഹങ്കാരത്തെ ശമിപ്പിക്കാൻ സ്കൂൾ പാഠപുസ്തകത്തിൽ എന്തുണ്ടായിരുന്നു? കല്യാണ സൗഗന്ധികമുണ്ടായിരുന്നു അല്ലേ? ഊർമിള എന്ന് പറയുന്ന സബ്ജക്റ്റ് മലയാളത്തിൽ 2nd ചാപ്റ്ററായിട്ട് നമുക്കുണ്ടായിരുന്നു അല്ലേ? ഊർമിളയെ മനസ്സിലാക്കുവാൻ ആർക്ക് സാധിക്കണം? കുടുംബ സ്ത്രീകൾക്ക് മനസ്സിലാക്കണം. ശ്രീരാമൻ പോലും ഊർമിളയെ ചെന്ന് കാണുന്നത് നമുക്ക് കാണാൻ, വനവാസം കഴിഞ്ഞ് വന്നിട്ട് അല്ലേ? അപ്പോൾ അത്തരത്തിൽ ശ്രേഷ്ഠയായ ഒരുപാട് വ്യക്തികളെ നമുക്ക് കാണിച്ചു കൊടുക്കണമെങ്കിൽ ഞാൻ പറയാറുണ്ട്, പാലക്കാട് ജില്ലയിൽ തന്നെ എന്തുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് പാലക്കാട് ജില്ലയിലെ ആൾക്കാരെ പറയുന്നത് വെച്ചാൽ, നിങ്ങളുടെ നാട്ടിലും ഇതേപോലുള്ള വ്യക്തികളുണ്ടാവും, പക്ഷെ കണ്ടെത്തണം എന്നുള്ളതാണ്. പാലക്കാട് ജില്ലയിൽ ആദ്യമായിട്ട് സ്ത്രീകൾ കൂടി കേരളത്തിലെ ആദ്യത്തെ സ്ത്രീ വിദ്യാലയം എന്ന് പറയുന്നത് പാലക്കാട് ഡോക്ടർ മാധവൻ നായർ സ്കൂൾ എന്നാണ്. ഇപ്പം അതിൻ്റെ പേര് ഡോക്ടർ നായർ സ്കൂൾ എന്നാണ്. തരവത്ത് അമ്മാളുവമ്മ എന്ന് പറയുന്ന സ്ത്രീയാണ് പെൺകുട്ടികൾക്ക് കൂടി വിദ്യാലയം വേണമെന്ന് പറഞ്ഞ് 1800 കാലഘട്ടങ്ങളിൽ അവർ സ്കൂൾ സ്ഥാപിച്ചത്. അവർ സാഹിത്യ അക്കാദമിയുടെ അധ്യക്ഷ കൂടിയായിരുന്നു. അപസർപ്പക നോവൽ എന്ന് വെച്ചാൽ ഡിറ്റക്റ്റീവ് നോവലിന് പുരസ്കാരം നേടിയ സ്ത്രീയാണ്. അപ്പോൾ അത്രയും കാലത്തിന് മുമ്പ് സ്ത്രീ സ്വാതന്ത്ര്യമുണ്ടായിരുന്നു, സ്ത്രീക്ക് എല്ലാ കാര്യങ്ങളിലും അറിവുണ്ടായിരുന്നു. അവരുടെ പുസ്തകം ഇപ്പോഴും നല്ലേപ്പുള്ളി സന്മയാനന്ദ സ്വാമിജിയുടെ ആശ്രമത്തിൽ ഇന്നുണ്ട്. ഭക്തമാല എന്ന് പറയുന്ന പുസ്തകമുണ്ട്. അപ്പോൾ ഭക്തിയുടെ കാവ്യം രചിക്കാനും സാധിച്ചിട്ടുണ്ട്, ഡിറ്റക്റ്റീവ് നോവൽ എഴുതുവാനും സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഭക്തി കൊണ്ട് 2 ചിറകുകളെ നമുക്ക് ഉയർത്തി ചിന്തിപ്പിക്കാൻ സാധിക്കും. ജീവിതത്തിൽ 2 ചിറകുകൾ നമുക്ക് ആവശ്യമാണ്, ലൗകികമായതും പിന്നെയോ ആധ്യാത്മികമായ ജീവിതവും. അതുകൊണ്ടാണ് നേരത്തെ രമണ മഹർഷിയൊക്കെ പറയുന്നത് പോലെ വലത്തെ ഹൃദയമാണ് ആധ്യാത്മിക ഹൃദയം, ഇടത്തെ ഹൃദയം ശരീരത്തിലുടനീളം രക്തചംക്രമണം നടത്തുന്ന പമ്പിങ് സ്റ്റേഷനാണ് ഹാർട്ട് എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ വലത്തെ ഹൃദയത്തിൽ കൊളുത്തി വെച്ച ദീപം പോലെ നമ്മുടെ ജീവിതവും എന്തായിരിക്കണം? യജ്ഞവും തപസ്സും ദാനവും ചെയ്തുകൊണ്ട് ശ്രേഷ്ഠമാക്കിയെടുക്കാൻ ഭഗവത്ഗീത പറഞ്ഞു. അവസാനം പറഞ്ഞു, ഈ ശരീരം നമുക്ക് വേണമെങ്കിൽ ചോദ്യം ചെയ്തുകൊണ്ട് എന്താണ് പരമാത്മാവ് എന്നും എന്താണ് ആത്മാവ് എന്നും സ്ഥിരീകരിക്കാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ ആ സ്ഥിരീകരിക്കുന്നതിലൂടെ നമുക്ക് ശ്രേഷ്ഠന്മാരാക്കിയെടുക്കുവാനും ആ ശ്രേഷ്ഠ ആചാരത്തിലൂടെ നമുക്കെന്ത് ചെയ്യണം? ശ്രേഷ്ഠ ആചാരത്തിലൂടെ എല്ലാത്തിനെയും ഭുജിക്കുവാനും ഭുജിച്ചതിനെ
തിരസ്കരിച്ചുകൊണ്ട് ഇതൊന്നും എൻ്റെ ജീവിതത്തിൽ ആവശ്യമില്ല. ഭോക്താരം യജ്ഞതപസാം സർവലോക മഹേശ്വരം സുഹൃതം സർവഭൂതാനാം ജ്ഞാത്വാമാം ശാന്തിമർച്ചതി എന്ന് പറയുന്നുണ്ട്. ഭോക്താരം യജ്ഞതപസാം, തപസ് കൊണ്ട് നമ്മൾ നേടുന്നതെല്ലാം നമുക്കെന്താണ്? യജ്ഞത്തിൻ്റെ ഫലമാണ്. ആ യജ്ഞഫലങ്ങളെല്ലാം നമുക്ക് ഭുജിക്കുവാനും സാധിക്കണം, അത് പകർന്നു കൊടുക്കുവാനും നമുക്ക് സാധിക്കണം. 5-ാം അധ്യായത്തിൽ 29-ാമത്തെ ശ്ലോകം, അടുത്ത ശ്ലോകം നമ്മളോട് പറഞ്ഞു, പിതാഹമസ്യ ജഗതഃ മാതാ ദാതാ പിതാമഹഃ വേദ്യം പവിത്രം ഓംകാരം ഋക് സാമ യജുരേവച. ചിന്തിച്ചു നോക്കണം. പിതാവും ഞാനാണ്, മാതാവും ഞാനാണ്, പിതാമഹനും ഞാനാണ്, അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും ഞാൻ തന്നെയാണ്. അല്ലേ? ഭഗവാൻ തന്നെയാണ് സർവ്വകർമ്മങ്ങളും നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. വിശ്വരൂപം കാണിച്ചു കൊടുക്കുന്നുണ്ട് അർജുനന്. എന്നിട്ട് പറഞ്ഞു, നീ യുദ്ധം ചെയ്തില്ലെങ്കിലും ഇവർ മരിക്കേണ്ട ആൾക്കാരാണ്. അത് എൻ്റെ കർമ്മത്തിലൂടെ ഞാൻ ചെയ്തു തീർത്തു കഴിഞ്ഞു. ഇനി നിനക്ക് അസ്ത്രമെടുത്ത് അയച്ചാൽ മാത്രം മതി. പിതാഹമസ്യ ജഗതഃ മാതാ ദാതാ പിതാമഹഃ വേദ്യം പവിത്രമോംകാരം ഋക് സാമ യജുരേവച. ഋഗ്വേദവും സാമവേദവും അഥർവവേദവും ഞാൻ തന്നെയാണ്, നീ ഉപാസിക്കുന്ന ഓം കൂടി ഞാൻ തന്നെയാണ് എന്ന് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ ആ കുട്ടിയുടെ മുന്നിൽ നമ്മൾ വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്ന സമയത്ത് അവരോട് പറയണം, നീയും പരമാത്മാവും ഒന്ന് തന്നെയാണ് എന്ന് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് ആ കുട്ടിയെ നമുക്ക് വളർത്തിക്കൊണ്ടുവരാൻ സാധിക്കണം. അല്ലേ? അപ്പോൾ അങ്ങനെ നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കുമ്പോഴാണ് ഭഗവാൻ 18-ാം അധ്യായത്തിൽ 66-ാമത്തെ ശ്ലോകം പറഞ്ഞു, സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാ സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുച. അല്ലേ? അപ്പോൾ ഇത്തരത്തിൽ നീ ജനിച്ചതു മുതൽ മരിക്കുന്ന അന്ത്യശ്വാസം വരെ ഓരോ കർമ്മങ്ങളിലേക്ക് ലയിച്ചിട്ടുണ്ട്. അതിൽ നീ പലതും തെറ്റും ശരിയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇനിയും അടുത്ത ജന്മത്തിലേക്ക് നീ വരുന്ന സമയത്ത് എന്താ? പൂർവജന്മകൃതം പാപം വ്യാധിരൂപേണ ജായതേ. അതുകൊണ്ട് ഇനിയുള്ള ജന്മത്തിലെങ്കിലും സത്കർമ്മങ്ങൾ ചെയ്യാനുള്ള അധികാരിയാവണം. കർമ്മണ്യേവാധികാരസ്തേ മാ ഫലേഷു കഥാചന. അല്ലേ? കർമ്മത്തിന് അധികാരിയായിരിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. അതുകൊണ്ട് അച്ഛനും അമ്മയും എന്തായിത്തീരണം? കുട്ടികളുടെ അഭിവൃദ്ധിക്കുള്ള, ശ്രേയസ്സിനുള്ള, കീർത്തിക്കുള്ള ആചാര്യന്മാരായി മാറട്ടെ എന്ന് മാത്രം ഈ യജ്ഞത്തിൽ വന്ന് എന്നാലാവുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്, നേരത്തെ ആചാര്യൻ പറഞ്ഞതുപോലെ പാലക്കാട് ജില്ല ഒരു ആധ്യാത്മിക ജില്ലയാണ് എന്നുള്ള പ്രഖ്യാപനത്തിലേക്ക് കൊണ്ടുവരികയാണ്. 2025-ൽ 2025 അമ്മമാരൊരുമിച്ച് നാമസങ്കീർത്തനത്തിലൂടെ അഭിവൃദ്ധിപ്പെടുവാനും എല്ലാ ആചാര്യന്മാരുടെയും അനുഗ്രഹത്തോടുകൂടി ആ യജ്ഞവേദി പൂർണ്ണമാക്കിയെടുക്കുവാനും ഏപ്രിൽ 1 എന്ന് പറയുന്ന ദിവസത്തിൽ നമ്മൾ തയ്യാറാക്കിയെടുക്കണം. പാലക്കാടിൻ്റെ നഗരമധ്യത്തിൽ നമുക്ക് അത്തരത്തിലൊരു പരിപാടി ആഗ്രഹിക്കുന്നുണ്ട്. അത് ഇവിടുത്തെ ആചാര്യന്മാരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അതിലേക്ക് കൂടി പങ്കെടുക്കണം. പാലക്കാടിൻ്റെ മഹത്വത്തെ പറയുന്നത് പോലെ ഓരോ ജില്ലകളിലും ഓരോ മഹത്വപൂർണ്ണമായ വ്യക്തികളുണ്ട്. അവരെ കണ്ടെത്തിക്കൊണ്ട് നമ്മുടെ കുട്ടികളോട് പറഞ്ഞു കൊടുക്കണം, അവർ ജീവിച്ചത് ഇങ്ങനെയാണ്, ജീവിച്ച് മരിക്കുമ്പോഴും അവരുടെ യശസ്സ് ഇന്നുമുണ്ടെങ്കിൽ നമ്മൾ ഓരോരുത്തരും ജീവിച്ച് മരിക്കുന്ന സമയത്തും നമ്മൾ ചെയ്ത കർമ്മങ്ങളെല്ലാം യശസ്സിലേക്ക് പോകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കിൽ നിർത്തുന്നു. എന്തെങ്കിലും മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ഭഗവാൻ സഹായിച്ച് എന്നിലേക്ക് മാത്രം വരട്ടെ. എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ ഇരിക്കുന്ന ഗുരുവായൂരപ്പൻ്റെയും ഇവിടെ ഭഗവാൻ പരമശിവൻ്റെയും അനുഗ്രഹം കൊണ്ട് സാധിച്ചു എന്ന് മാത്രം ഞാൻ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. 41ാമത് അഖില ഭാരത ശ്രീ മഹാഭാഗവത സത്രത്തിൽ